Oh, sorry, unmute. Okay, sorry. Hi, good evening, everyone. Welcome to this edition of the Post Friday series. ആദ്യമായിട്ട് എനിക്ക് ഒരു ചെറിയൊരു ഹൗസ് കീപ്പിംഗ് പറയാനുണ്ട്. നമ്മൾ താഴെ കമന്റ്സ് ചെയ്യുമ്പോൾ താഴെയുള്ള കമന്റ് ബോക്സ് നമ്മൾ കമന്റ്സിനായിട്ട് ഉപയോഗിക്കുക. എല്ലാവരും ഒരുപാട് സെൽഫ് ഇൻട്രഡക്ഷൻ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമന്റ്സ് അതെല്ലാം മിസ്സാവാൻ സാധ്യതയുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ MBT എന്നുള്ള പ്രോഗ്രാമിനെ പറ്റിയിട്ട്, ഇനീഷ്യേറ്റീവിനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും ഇതൊരു ഇറ്റ്സ് എ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ആൻഡ് MBT is ഒരു കോർപ്പറേറ്റ് ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഫോർ ഡെവലപ്പിംഗ് peaceful, productive and progressive societies by developing actually capable, caring and responsible individuals എന്നുള്ള ഒരു മിഷനോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ തന്നെ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ടുണ്ട്. MBTയുടെ ഇനിഷ്യേറ്റീവ്സിലാണ് നമ്മളിപ്പോ ഈ പോസ്റ്റ് ഫ്രൈഡേ സീരീസ് കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ 3ാമത്തെ എഡിഷനിലാണ്. ആദ്യത്തെ 2 എഡിഷനിലായിട്ട് നമ്മൾ ഒരു 20ഓളം വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, വളരെ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്ത് 20ഓളം ടോപ്പിക്സിനെ പറ്റിയിട്ട് 40ഓളം എമിനന്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ്, പേഴ്സണാലിറ്റീസ് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും എല്ലാവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇത് അതിന്റെ 3ാമത്തെ എഡിഷനാണ്. സോ ഇത് തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് എവറി മൊമെന്റ് we have many possibilities. ഈ പോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ പോസിബിലിറ്റീസ് ആൻഡ് പോസിറ്റിവിറ്റി എന്നുള്ളതിൽ നിന്ന് വന്നതാണ്. സോ ഏതൊരു നിമിഷവും നമുക്ക് 2ഓ 3ഓ വഴികൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അത് തിരഞ്ഞെടുക്കുന്നത് ഏത് വഴിയാണ് എന്നനുസരിച്ചിട്ട് പിന്നീടുള്ള ഔട്ട്കം ഒരുപാട് വ്യത്യാസപ്പെട്ടിരിക്കും. അടുത്ത 5 വർഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈഫിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അൺപ്രെഡിക്റ്റബിലിറ്റിയാണ്. അന്നേരം ഈ എന്ന് പറയുന്നത് തന്നെ എല്ലാ നിമിഷമുള്ള ഈ പോസിബിലിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ കൂടുതലായി പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളെല്ലാം കടന്നു പോകുന്നത് കോവിഡ് എന്നുള്ള ഒരു പാൻഡമിക്, വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലൂടെയാണ്. പക്ഷെ ഇത്തരം ഒരു അവസ്ഥയിലും പോസിറ്റിവിറ്റി കണ്ടെത്താനും മുന്നോട്ട് പോകാനുള്ള ഒരു ത്വരയുണ്ട് മനുഷ്യന്. ഇതിനേക്കാളും മോശമായ കാലഘട്ടം പലപ്പോഴും കഴിഞ്ഞ നൂറ്റാണ്ടിലും ഒക്കെ, ഈ നൂറ്റാണ്ട് ആദ്യത്തിലൊക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ അതിനെ വളരെ കൂളായിട്ട് അതിജീവിക്കുകയും പൂർവാധിക ഊർജ്ജത്തോടുകൂടി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ള, അതുപോലെ തന്നെ നമ്മൾ ഈ കോവിഡിനെ അതിജീവിക്കുകയും കൂടുതൽ പോസിറ്റീവായിട്ട് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് വരിക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ പോസ്റ്റ് ടോക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ഈ പോസ്റ്റ് ടീമിന്റെ, ഈ പോസ്റ്റ് കോൺവെർസേഷൻ സീരീസിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഴ്സിനെയാണ്. ഇന്നത്തെ സെഷൻ നമുക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് മുഹമ്മദ് സൈഫ് ORCയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ്. പിന്നെ ആനന്ദ് ഹരിദാസ്. ആനന്ദ് ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആയിരുന്നു, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. മുമ്പ് ഹിന്ദു ഡെയിലിയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഇത് കൂടാതെ ഇതിനൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമുണ്ട്. ഇതിന്റെ ടോപ്പിക് സെലക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് നോക്കുന്നതിനും അങ്ങനെയുള്ള എല്ലാ റിസർച്ചിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ടീം തന്നെ ഉണ്ട്. എല്ലാവരും അവരവരുടെ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവരാണ്. ഞാൻ പെട്ടെന്ന് വായിക്കാം. ഹരീഷ് സദ്ഭാവന ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസിന്റെ കോഴിക്കോട് ബേസ്ഡ് ആണ്. അതിന്റെ CEO ആൻഡ് അതിന്റെ ചീഫാണ്. പിന്നെ പ്രൊഫസർ അമൃത് കാസർഗോഡ് എന്നുള്ളതാണ്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ രഞ്ജിത്ത് വാര്യർ ആൻഡ് വിജയ് ഭാസ്കർ, ബോത്ത് ഓഫ് ദം ആർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഫ്രം കൊച്ചിൻ. നിരഞ്ജന മേനൻ ലണ്ടനിലെ ഇംപീരിയൽ കോളേജിൽ നിന്ന് മാസ്റ്റേഴ്സ് ചെയ്തിട്ട് ഇപ്പൊ സിവിൽ സർവീസസ് ആസ്പിരന്റ് ആണ്. ഞാൻ കവിരാജ് നായർ, മാനേജ്മെന്റ് പ്രൊഫഷണൽ ആണ്. പിന്നെ കാലിക്കറ്റിൽ നിന്ന് മിസ്റ്റർ ആനന്ദ് മണി, അദ്ദേഹം ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എഞ്ചിനീയർ ആണ്. പിന്നെ ഇന്നോവേഷൻ സ്ട്രാറ്റജി സെല്ലുള്ള IT പ്രൊഫഷണൽ ആണ് രോഹിത് ഫിലിപ്പ്. ഇവരാണ് റിസർച്ച് ടീമിൽ മെയിൻ ആയിട്ടുള്ളത്. അടുത്തത്
ഇത് കൂടാതെ നമുക്കൊരു ക്രിയേറ്റീവ് ആൻഡ് ടെക്നിക്കൽ ടീമുണ്ട്. ക്രിയേറ്റീവ് ആൻഡ് ടെക്നിക്കൽ ടീമിൽ ഡാനിഷ് ഫ്രം കാലിക്കറ്റ്, പിന്നെ പ്രശാന്ത്, ആര്യ ആൻഡ് ബൈജു ഓൾ ഫ്രം ട്രിവാൻഡ്രം. ഇവരാണ് നമ്മളുടെ അതിനുള്ള എല്ലാ ബാനേഴ്സ് അതുപോലുള്ള എല്ലാ ക്രിയേറ്റീവ് സപ്പോർട്ട്, ഈ വീഡിയോ ക്രിയേഷനുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് തരുന്നത് ഇവരാണ്. സോ ദാറ്റ് ഈസ് മോസ്റ്റ്ലി അബൌട്ട് ദ ടീം. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് സ്പീക്കേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത റെസ്പോൺസിബിലിറ്റി. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ കണ്ടാണ് ഡെയർ ടു ഡൈ അല്ലെ. അതായത് പരാജയങ്ങൾ ഇല്ലാത്തൊരവസ്ഥയല്ല, എപ്പോഴും വിജയം വരുന്നത് പരാജയങ്ങൾ വരുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതാണ് ഡൈവ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത്. അതാണ് ഈ കോൺസെപ്റ്റിൽ വരുന്നത്. ഇതിന്റെ 2 സ്പീക്കേഴ്സ്, വളരെ എമിനന്റ് ആയിട്ടുള്ള 2 സ്പീക്കേഴ്സാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആദ്യത്തത് മിസ്റ്റർ ടോണി തോമസ് ആണ്. He's actually a senior advisor with Boston Consulting Group. ലോകത്തിലെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി കൺസൾട്ടിംഗ് ഫേം ആണ് BCGയുടെ സീനിയർ അഡ്വൈസർ ആണ്. ഇതിനു മുമ്പ് അദ്ദേഹം വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരുപാട് പൊസിഷൻസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിസാൻ ഗ്രൂപ്പ് CIO, ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ആയിരുന്നു. അതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ജനറൽ ഇലക്ട്രിക് എന്നുള്ള കമ്പനിയുടെ ഗ്ലോബൽ CIO ആയിരുന്നു. ജെഫ് ഇമൽ പോലുള്ള വളരെ കോർപ്പറേറ്റ് ജോയിന്റ്സിന്റെ ഒപ്പം ഒരുപാട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനു മുമ്പ് അദ്ദേഹം സിറ്റി, ഏൺസ്റ്റ് ആൻഡ് യങ് തുടങ്ങിയ ഒരുപാട് കമ്പനികളിലെ സീനിയർ പൊസിഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ വാട്ട് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അബൌട്ട് ഹിം ഈസ് ഈസ് ഓൾസോ ഈക്വലി ഇൻവോൾവ് ഇൻ ദ സൊസൈറ്റി. കാരണം ഇവിടെ ഗവൺമെന്റിന് തന്നെ ICT അക്കാഡമിയുടെ ചെയർമാനാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഹൈ പവർ ഡിജിറ്റൽ കമ്മിറ്റിയുടെ അഡ്വൈസറി ബോർഡിലുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സൊസൈറ്റിയിൽ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഈസ് ഓൾസോ ഇൻവോൾവ് വിത്ത് അക്കാഡമിയ. കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ MS എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലെ മെന്ററാണ്. ആൻഡ് ലീഡേഴ്സിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ് അല്ലെ. എബിലിറ്റി ടു ടേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ ഒപ്പീനിയൻസ് ആൻഡ് കൺവിക്ഷൻസ് വിച്ച് ആർ ഫർദർ ബേസ്ഡ് ഓൺ ഡേറ്റ ആൻഡ് കോണ്ടെക്സ്റ്റ് അസോസിയേറ്റഡ്. അവിടെയാണ് മിസ്റ്റർ ടോണി തോമസ് ഇസ് far ahead of others. He goes through data meticulously and in depth and comes up with some really eye-opening insights and articulates them with conviction and in a forceful manner, independent, irrespective of what others think. അതുകൊണ്ട് തന്നെ അത് വളരെ സമൂഹത്തെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അത് വളരെ അഡ്മിറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കുള്ളത് ജോയ് സെബാസ്റ്റ്യൻ ആണ്. അദ്ദേഹം ടെക്ജൻഷ്യ എന്നുള്ള കമ്പനിയുടെ ഫൗണ്ടിങ് CEO ആണ്. വളരെ ഫേമസ് ആയിരിക്കുന്നു അദ്ദേഹം. ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും അധികം ഒരുപാട് അക്വലേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. 2020 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇന്നോവേഷൻ ചലഞ്ചില് വീഡിയോ ഇന്നോവേഷൻ ചാലഞ്ച് ഫോർ ക്രിയേറ്റിംഗ് വീഡിയോ കോൺഫറൻസ് പ്ലാറ്റ്ഫോം ഫോർ ഇന്ത്യ അല്ലെ. അത് നിങ്ങളൊക്കെ കേട്ടാണ്. സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് Zoom അതൊക്കെ പോലുള്ള ഇതാണ്. അന്നേരം ഇന്ത്യൻ പ്ലാറ്റ്ഫോം തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചലഞ്ചിൽ അദ്ദേഹം 2000 പാർട്ടിസിപ്പൻസിനെ പിന്തള്ളിയിട്ട് മുന്നോട്ട് ഒന്നാം സ്ഥാനം കരസ്ഥ. He got an award of $150,000 and recognition from the government and all of that. വളരെ കമന്റബിൾ ആയിട്ട് തോന്നിയിരിക്കും. കാരണം ഇന്ത്യൻ IT ഇൻഡസ്ട്രി is always known for IT services and IT enabled services കമ്പനീസ്, അല്ലെങ്കിൽ TCS, Infosys, Wipro അതൊക്കെ. സോ അവിടെ നിൽക്കുമ്പോൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ വളരെയധികം ഫോക്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള കമ്പനികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ കമന്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഡസന്റ് ഹാപ്പൻ ഇൻ വൺ ഡേ. ആദ്യത്തെ അറ്റംപ്റ്റിലോ അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിലോ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഒരുപാട് തവണ പരിശ്രമിച്ച് ഒരുപാട് പരാജയങ്ങളെ അതിജീവിച്ച് വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി മുമ്പോട്ട് പോയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സോ അവരെ കുറിച്ചിട്ടൊരു തീർച്ചയായിട്ടും അദ്ദേഹത്തിനും നമ്മുടെ സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്, ഇനിയും നൽകാൻ കഴിയും. നമ്മുടെ സ്പീക്കേഴ്സിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അതിപ്പം നമുക്കിപ്പം കാണാൻ പറ്റും.
താങ്ക് യു. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രോഗ്രാംസ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അണ്ടർ ദ ലീഡർഷിപ്പ് ആൻഡ് ഏബിൾ ഗൈഡൻസ് ഓഫ് വിജയൻ സാറാണ്, IG of പോലീസ് ശ്രീ വിജയൻ സാർ IPS. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള അദ്ദേഹം സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ മാക്സിമം സൊസൈറ്റിക്കും മറ്റുള്ളവർക്കും എന്തൊക്കെ നല്ല ഗുണങ്ങൾ ചെയ്യാമെന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമായിട്ടുള്ള കോൺവെർസേഷൻസ്, എവറി കോൺവെർസേഷൻ വിത്ത് ഹിം ഇസ് ആൻ എനർജി ബൂസ്റ്റ്. ബേസിക്കലി ഒരു പോസിറ്റിവിറ്റിയുടെ ഒരുപാട്, ഇറ്റ്സ് എ പോസിറ്റിവിറ്റി ഷോട്ട്. കാരണം എന്തൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ കാമായിട്ട് എങ്ങനെ നേരിടാന്നുള്ളതും, അതുപോലെ തന്നെ ജീവിതത്തെ ഒരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള, പെർപ്പസ്ഫുൾ ആയിട്ടുള്ള എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും നമ്മളെയൊക്കെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ടൈം എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നമുക്കും മറ്റുള്ളവർക്കൊക്കെ ഉപകരിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അദ്ദേഹം എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരം അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സ്റ്റുഡന്റ് പോലീസ് കാഡറിന്റെ അല്ലെങ്കിൽ ഡ്രഗ് ബാങ്ക് നന്മയുടെ കീഴിലുള്ളത്, ഇപ്പോൾ ഈ പോസ്റ്റ് സീരീസ്, പുണ്യം പൂങ്കാവൻ, അങ്ങനെ ഒരുപാട് സമൂഹത്തിനുള്ള ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ അനുനിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിക്കൊക്കെ വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. ഞാൻ ശ്രീ വിജയൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ് ഈ ഇന്നത്തെ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ശ്രീ വിജയൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ. Very good evening to all of you. Thank you, Kaviraj, once again. And priya suhൃത്ത് Tony, അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ മോസ്റ്റ് ഇൻസ്പിറേഷണൽ പേഴ്സൺ ഫ്രം കേരള, we can say that, Joy Sebastian. And my dear friends all over the world who have been supporting and watching our program over the period. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, this is the, we can say that this is the 25th talks, Friday talk series we are organizing. Over 50 plus 54 people as eminent persons from different field attended this program. നമ്മൾ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് പ്രയാസങ്ങളെ കുറിച്ചാവുമ്പോൾ നമ്മൾ സാധ്യതകളെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. സാധ്യതകളെ കുറിച്ചിട്ടും പോസിറ്റിവിറ്റിയെ കുറിച്ചിട്ടും ആളുകളിൽ അവനവനിലുള്ള പോസിറ്റിവിറ്റിയെ കുറിച്ചും ലോകത്തിലുള്ള സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ ഓരോരുത്തരെയും എക്സ്പ്ലോർ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സീരീസ്, ആസ് യു ആർ അവെയർ ദാറ്റ് ഇറ്റ് വാസ് ആക്ച്വലി നമ്മൾ മെയിൻലി പോയിരുന്നത് സിംഫണി ഓഫ് ലൈഫ്, ഹൗ വി ക്യാൻ ക്രിയേറ്റ് ഒരു സിംഫണി ഓഫ് ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ വേരിയസ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളതായിരുന്നു 10 talks. Next 10 talks was actually now we are planning is that that exploring or unleashing the human potential. അതിൽ തന്നെ 5th talk ആണ് നമ്മൾ ഇന്നിവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. ഇവിടെ ഗലീലിയോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്. കാരണം we cannot teach people anything. ഞങ്ങൾ ആരെയും തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങളെക്കാൾ വിവരവും അറിവുള്ളവരും കഴിവുള്ളവരും ഓരോ ഹ്യൂമൻ ബീയിങ് ഇസ് റിച്ച് ഇനഫ് വിത്ത് ഇന്നർ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അവരെ ഇവിടെ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് അവരിലുള്ള ഇന്നർ പൊട്ടൻഷ്യൽ, അവരുടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവരിലുള്ള ഇന്നർ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കാനും മറ്റുള്ളവർ പറയാനും വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തന്നേ. ഇവിടെ ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ഡയർ ടു ഡൈവ് എന്നുള്ളതാണ്. ഈ ഒരു പക്ഷേ നമ്മൾ ആദ്യം തന്നെ എക്സ്പ്ലോറിംഗ് ദി ക്രിയേറ്റിവിറ്റി, റീഡിഫൈനിങ് ലിമിറ്റ്സ്, ഷേപ്പിംഗ് എക്സലൻസ്, ഇങ്ങനെ പല ടോപ്പിക്കുകളായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഇവിടെ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു പക്ഷേ ഇന്ന് ലോകത്തിൽ കാണുന്ന പല ആളുകളും നമ്മൾ മഹാന്മാരാണെന്ന് പറയുന്നത്, ആ മഹത്വം ഇതിനേക്കാൾ കൂടുതലുള്ള പല ആളുകളും അത് ഉപയോഗിക്കാനോ പുറത്തെടുക്കാനോ തയ്യാറാകാതിരുന്നത് കൊണ്ടായിരിക്കണം. ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും തന്നെ ഇതിന് കാരണം രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു കാര്യം, ഒരു കടലും നീന്തി കടക്കാൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്യുക, അതിനകത്തേക്ക് നോക്കി അതിനകത്തേക്ക് അതിനെ
അതിന്റെ കരയിൽ ഇരുന്നിട്ട് അന്തം വിട്ട് നോക്കുന്നത് കൊണ്ടൊന്നും ഒരു വെള്ളവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്തേക്ക് എടുത്ത് നീന്തണം. ഒരാളും തന്നെ ഒരു നീന്തൽ കുളത്തിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ ചാടാതെ നീന്തലും പഠിച്ചിട്ടില്ല. ഒരാളും തന്നെ പാടി നോക്കാതെ പാടാനും പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരാളും തന്നെ ഒരു ജിമ്മിൽ പോകാതെ ഒരു എക്സസൈസും ചെയ്യാതെ ഒരു മസിൽസും ഒരു പക്ഷേ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ജീവിതവും മൊത്തത്തിൽ അങ്ങനെയാണ്. നമ്മൾ ആരും തന്നെ നമ്മളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ മുതിരാതിരുന്നാൽ ഒരു പക്ഷെ എന്ത് ചെയ്യില്ല, അത് ഒരു പക്ഷെ പേടിച്ചു നിന്നാൽ, അമാന്തിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മളെ കഴിവുകൾ പുറത്തെടുക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ഒരുപക്ഷെ ഒരാളോട്, നിങ്ങൾ എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേർക്ക് പാടാൻ അറിയുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ 3 ലക്ഷം ആളുകൾ കാണുന്നതിൽ ഒരു 5-10 പേര് മാത്രമേ കൈവെക്കുള്ളൂ. എന്നാൽ ഇന്ന് വരെ പാടാത്തവരാരാണ് നിങ്ങളോടൊന്ന് ഞാൻ ചോദിച്ചാൽ, ബാത്റൂമിൽ പോലും പാടാത്തവരാരാണെന്ന് ചോദിച്ചാൽ ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുന്ന എന്താണ്, യേശുദാസിനെ പോലെ പാടാനോ അല്ലെങ്കിൽ ചിത്രയെ പോലെ പാടാനൊക്കെ കഴിവുണ്ടോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ കൈ പൊക്കാതിരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ചിത്രയേക്കാളോ ദാസേട്ടനേക്കാളോ ഒക്കെ പാടാൻ കഴിവുള്ളവരും ഉണ്ടായിരിക്കാം. പക്ഷെ പാടാൻ എല്ലാവർക്കും കഴിവുള്ളത് എന്നുള്ള ഒരു സത്യമല്ലേ. ഇവിടെ ഒരു വലിയ പ്രശ്നം നമ്മളെ എന്തിലേക്ക് മുതിരാനുള്ളത്, നമ്മൾ എന്താണ് ഉള്ള ഒരു പ്രശ്നം, ഈ പേടിയാണ്, ഭയമാണ്. ഫിയർ ഓഫ് ഫെയിലിയർ നമ്മളെ വല്ലാതെ അങ്ങ് അലട്ടുന്നു എന്നുള്ള, പരാജയ ഭീതി നമ്മളെ മനസ്സിലേക്ക് നിന്നുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പരാജയത്തിന്റെ സാധ്യതകളല്ല നമ്മൾ നിരന്തരമായി ചിന്തിക്കേണ്ടത്. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ജോയ് ഓഫ് ഫ്ലൈയിങ് ആണ്. ആകാശത്തിന്റെ അനന്തവിഹായസിലൂടെ പറക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ജോയ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ കോമ്പറ്റീഷൻ 2000-ഓളം പേരെ മത്സരത്തിൽ നിന്നും ജയിച്ചിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദം മറ്റെല്ലാ വരുമാനത്തെക്കാളും കൂടുതൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കും ഈ ആനന്ദമായിരിക്കും. ഇങ്ങനെ ഒരു വലിയൊരു ജോയ് നമ്മളെ പരമാനന്ദം നമ്മളെ കാത്തിരിക്കേണ്ടത് എന്നുള്ള ഒരു ഓർമ്മ തന്നെ നമ്മളെ ഭയത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. അതോടൊപ്പം തന്നെ നമ്മളൊരു വലിയ ഒരു പ്രശ്നം, ഒരു പക്ഷെ ഒരുപാട് ആളുകള് ഒന്നും ചെയ്യാതെ പോയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ശത്രു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡിസീസ് COVID-19 ഒന്നല്ല, ഈ മാറ്റിവെക്കൽ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ആ രോഗത്തെക്കാൾ വലിയ ഒരു ഡിസീസ് ഒരു പക്ഷെ മറ്റൊന്നും ഉണ്ടായില്ല. എത്രയോ പേരുടെ ഐഡിയകളെയും സ്വപ്നങ്ങളെയും ഒക്കെ കോവിഡ് കൊന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെക്കാൾ കൂടുതൽ കൊന്നിരിക്കുന്നത് ഒരു പക്ഷെ എന്തായിരിക്കും, ഈ നമ്മളെ മാറ്റിവെക്കൽ എന്ന് പറഞ്ഞ നമ്മളെ ഒരു ചിന്തയായിരിക്കും. അതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് സത്യത്തില് ഡയർ ടു ഡൈവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് തോന്നുന്നു. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്, കാരണം നമ്മളുടെ ഈ അൺസർട്ടൈനിറ്റിനെ, റിസ്ക് എടുക്കുന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു പോയാൽ അത് അപകടത്തിലേക്ക് ചാടുമോ, പ്രയാസത്തിലേക്ക് നടുമോ, മറ്റുള്ളവർ എന്നെ എന്തെങ്കിലും രീതിയിൽ കളിയാക്കുമോ, അല്ലെങ്കിൽ ഞാൻ അറിയാത്തൊരു ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിന് ഒരു നല്ല മാർഗം എന്തെന്ന് വെച്ചാൽ, അറിയാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുകയും അറിയാൻ പോകുന്ന ലോകത്തുണ്ടാകാൻ പോകുന്ന വലിയൊരു ജോയിയെ കുറിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടാകുന്ന ജോയിയെ കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞ അൺസർട്ടനിറ്റിയെ കെട്ടിപ്പിടിക്കാനും പുണരാനും നമുക്ക് തോന്നിയേക്കാം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നത്തിങ് ഈസ് അൺറിയലിസ്റ്റിക്. റിയലി ഒന്നും തന്നെ എന്തല്ല, അയാഥാർത്ഥ്യമല്ല. അത് ആർക്ക്, പ്രത്യേകിച്ചും മെൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് കൺവിക്ഷൻ, റൈറ്റ് ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തോമസ് ആൽവാ എഡിസനെ സംബന്ധിച്ചിടത്തോളം, APJ അബ്ദുൽ കലാമിനെ സംബന്ധിച്ചിടത്തോളം, മദർ തെരേസയോ, അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആദിശങ്കരനോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾക്ക് അൺറിയലിസം, നമ്മളൊരു പക്ഷേ അവരൊക്കെ ചെയ്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി അൺറിയലിസ്റ്റിക് ആയിരുന്നു. പക്ഷെ ഒരു മെൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് കൺവിക്ഷൻ, അൺറിയലിസം എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ദർ. ഇവിടെ ആകെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്രേ ഉള്ളൂ, നമ്മൾ ലെറ്റസ് ഡയർ ടു ഡൈവ്. കാരണം അതുവഴി നമ്മളെ ജീവിതത്തിന്റെ മാസ്റ്ററി തന്നെ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ള, നമ്മളെ ജീവിതത്തിന്റെ ഡെസ്റ്റിനിയെ നമ്മൾ ഷേപ്പ് ചെയ്യുക എന്നുള്ള. നമ്മളെ ഡെസ്റ്റിനിയെ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഈ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയിൽ നിന്നും നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന ശക്തികളെ നമ്മൾ മാറ്റിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് കിട്ടുന്ന ഒരു പരമാനന്ദത്തെ കുറിച്ചിട്ടുള്ള നിരന്തരമായിരിക്കുന്ന ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ആണ് വേണ്ടതെന്നുള്ളത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഖനികൾ ഏതെന്ന് ചോദിച്ചാൽ ഓയിൽ ഫീൽഡോ സ്വർണത്തിന്റെ നാട് ഒന്നല്ല എന്നും, മറിച്ച് ഈ ഐഡിയകൾ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്ന സെമിത്തേരികളായിരിക്കുമെന്ന് പലരും പറയാറുണ്ട്. അതിൽ നമ്മൾ വിട്ടുപോകാതിരിക്കാൻ നമ്മളുടെ ഐഡിയകൾ എടുത്തിട്ട്, നമ്മളെ വിഷ് ലിസ്റ്റുകളെല്ലാം ഒന്നിൽ നിന്നും മറ്റൊന്നായിട്ട് എടുത്തിട്ട് അത് ഓരോന്നേരായി ചെയ്യുകയും, അങ്ങനെ ചെയ്തുകൊണ്ട് ഡൈ എംപ്റ്റി എന്നൊരു പുസ്തകം ഇവിടെ എഴുതി കണ്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, അവസാനമാകുമ്പോഴേക്കും എല്ലാ ആശയങ്ങളും നമ്മൾ ഏതെങ്കിലും രീതിയിൽ പരീക്ഷിച്ചു ചോദിച്ചതിന് ശേഷം എംപ്റ്റി ബോഡിയായി മൈൻഡുമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നയിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സർ. നമുക്ക്
വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമ്മുടെ ചർച്ചയ്ക്ക്. അപ്പൊ ഒട്ടും വൈകാതെ നമ്മളെ ചർച്ചയിലേക്ക് കടക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇന്നുകളിലാണ് എന്നുള്ള ഒരു ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മിഷൻ ബെറ്റർ ടുമോറോ. മിഷൻ ബെറ്റർ ടുമോറോന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളും പോസിബിലിറ്റീസും അന്വേഷിക്കുന്നതിനായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള സീരീസിന്റെ 3ാമത്തെ പതിപ്പിൽ നമ്മൾ ഇന്ന് അൺലീഷിംഗ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്നുള്ള ഈ പതിപ്പിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡയറിംഗ് ടു ഡൈവ് എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വളരെ അനുയോജ്യരായിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് നമുക്കുള്ളത്. നമുക്ക് ആ സ്പീക്കേഴ്സിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. ഈ ചർച്ച ഇപ്പോൾ സൂമിൽ കാണുന്നത് ഏകദേശം 620ഓളം ആളുകളാണ്. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ഫേസ്ബുക്ക് പേജുകളിൽ ഇത് ലൈവ് ചെയ്യുന്നുണ്ട്. സൂമിൽ അതുപോലെ തന്നെ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൂമിലും മറ്റൊക്കെ പങ്കെടുക്കുന്ന പ്രേക്ഷകരോടുള്ള ഒരു അപേക്ഷ, നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇപ്പൊ തന്നെ ഒരു 100 കമന്റ് വന്നിട്ടുണ്ട്. അതിലധികം നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ദയവ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോം നിങ്ങളെ പരിചയപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളുടെ സ്പീക്കേഴ്സിനോടുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും അതുപോലെ തന്നെ പരിപാടിയുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ ഇടാം. സമയത്തിന്റെ പരിമിതിക്ക് അനുസരിച്ച് നമ്മൾ ആ ചോദ്യങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ സ്പീക്കേഴ്സിന്റെ അടുത്തേക്ക് പോവാം. നമുക്ക് ആദ്യം ടോണി സാർ തുടങ്ങാമെന്ന് തോന്നുന്നു. ടോണി സാർ, ഗുഡ് ഈവനിങ്. Good evening, Saif. താങ്ക് യു ഫോർ ജോയിനിങ്. ആദ്യത്തെ ഒരു ചോദ്യം സാറിന്റെ അടുത്ത്, ഒരു ചോദ്യമല്ല, ഈ ഒരു വിഷയം നമ്മൾ ഇന്നലെയും ബുധനാഴ്ചയും നമ്മൾ കുറച്ചു നേരം ഓൺലൈൻ വഴി കണ്ടിരുന്നു. ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ടീമും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പൊ സാറിന്റെ അടുത്ത് ഈ ഡയറിംഗ് ടു ഡൈവ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കണ്ടപ്പോ, അല്ലെങ്കിൽ ഇതാണ് വിഷയം എന്ന് അറിഞ്ഞപ്പോ, സാറിന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ചിന്തകൾ, അതൊന്ന് സാറിന്റെ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തിയിട്ടൊന്ന് വിശദീകരിക്കാമോ സാർ? ഉറപ്പായിട്ടും. സോ താങ്ക് യു സൈഫ് ആൻഡ് താങ്ക് യു വിജയൻ സാർ. നിങ്ങൾ എല്ലാവരും എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ സന്തോഷം. ജോയ് പിന്നെ കണ്ടതിൽ സന്തോഷം. അടുത്ത തവണ സൂം അല്ലാതെ ജോയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ വിഷയം വളരെ ഒരു രസകരമായ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് സൈഫ്. നമ്മൾ അന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് സമയത്തിരിക്കുമ്പോൾ നമ്മളെല്ലാവരും റിസ്ക് എടുക്കുക, ഡൈവ് ചെയ്യുന്നതിനെ നമ്മളെ പുറകോട്ട് വലിക്കാനാണ് നമ്മളെ കൂടുതൽ സാഹചര്യങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതിന് നടന്ന ഷോ ഞാനൊന്ന് ശ്രദ്ധിച്ചു. അതിൽ ക്യൂരിയോസിറ്റി എൻജിൻ ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നി ആ ടോപ്പിക്കും ഈ ടോപ്പിക്കും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ സർവൈവ് ചെയ്യുന്ന, നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ലോകത്ത് മുന്നോട്ട് പോകുന്നത്, ആ എക്സ്പ്ലോറേഷൻ നടക്കുന്നത്, ആ ഡെയറിങ്, ആ ഡൈവ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൊണ്ടാണ്. പല കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോപ്പർനിക്കസ് പറഞ്ഞിരുന്നത് ലോകം ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുകയായിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് വന്ന് പൈതഗോറസ് വന്നിട്ട് പറഞ്ഞു എർത്ത് സർക്കുലർ ആണ്, ഫ്ലാറ്റ് അല്ല എന്ന് പറഞ്ഞു. അതുപോലെ പല സത്യങ്ങളും പറഞ്ഞവരെ ആൾക്കാര് കല്ലെറിഞ്ഞു കൊല്ലുകയും പല രീതിയിൽ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് പറയാൻ ഒരു ധൈര്യം വന്നു, അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? അപ്പൊ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നിയത്, പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും, ഡെയറി ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇൻക്രിമെന്റൽ ആയിരിക്കും. ഒന്നിനു പുറകിൽ ഒന്നായിട്ട് ഒരു ഇഷ്ടിക പോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും. പക്ഷേ നശിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ വളരെ എന്താ പറയുന്നത്, ഒരു ഷിഫ്റ്റ് ആയിരിക്കും, ഒരു ഭൂമി കുലുക്കം പോലെ ആയിരിക്കും. ഒറ്റയടിക്ക് വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങ് നശിപ്പിച്ചിട്ട് പോവുക ചെയ്യുന്നത്. അപ്പം ഇതിനൊരു ഒരു സൈക്കോളജിക്കലി ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം ചെയ്യാൻ. കാരണം നമ്മൾ അതിന്റെ ഔട്ട്കം നമ്മൾ അന്ന് തന്നെ നമ്മൾ കാണുന്നില്ല, നമ്മൾ പതുക്കെ കാണുന്നുള്ളൂ. ഇപ്പൊ വിജയൻ സാർ കാണിച്ച അതിൽ ആദ്യത്തെ ഒരു പടം പറക്കുന്നൊരു ഈഗിളുടെ ആയിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ തന്നെ ഈ ലോകത്ത് നമുക്കിപ്പോ എവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും പറക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ പറക്കുന്നതിന് മുമ്പ് ആദ്യം എന്തൊക്കെ സംഭവിച്ചിരുന്നു? പലരും ശരീരത്ത് വിങ്സ് തൂവല് കെട്ടി പറക്കാൻ ശ്രമിച്ചു. റൈറ്റ് ബ്രദേഴ്സ് വിമാനം ഉണ്ടാക്കുന്നതിന് പലരും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പല രീതിയിൽ ചാടി മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൊണ്ടിട്ടാണ് നമ്മൾ ആ ഇൻക്രിമെന്റൽ ആയിട്ട് പലരും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന്റെ അനന്തരഫലമായിട്ടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പോസിറ്റീവ് കാര്യങ്ങളും. പക്ഷെ നെഗറ്റീവ് കാര്യം എടുത്തു കഴിഞ്ഞാലോ ഒരു സംഭവം മതി ഒരു വലിയ ഡ്രമാറ്റിക് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ. ഇപ്പൊ ഉദാഹരണത്തിന് World War II പേൾ ഹാർബറിൽ ജപ്പാൻ പോയി ബോംബ് ചെയ്തത്, അല്ലെങ്കിൽ അമേരിക്ക ജപ്പാനിൽ വന്നിട്ട് ന്യൂക്ലിയർ ബോംബ് ഇട്ടത്. എന്തിനാ? ഈയിടയ്ക്ക് നിങ്ങൾക്കെല്ലാം പലർക്കും, കൊച്ചുകുട്ടികൾക്കെല്ലാം മറ്റു പലർക്കും ഓർമ്മയാണ് 9/11 അമേരിക്കയിൽ
പോയി ആ ഒരു 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 2 ട്വിൻ ടവറിന് എയർപ്ലെയിൻ കൊണ്ട് അറ്റാക്ക് ചെയ്ത്, എന്തിന് നമ്മുടെ കേരള ചരിത്രം എടുത്ത് സർ CP-യുടെ മൂക്ക് വെട്ടിയത്, ഇതൊക്കെ വലിയ വലിയ പരിണാമങ്ങൾ ഉണ്ടാക്കിയ വളരെ ഡെയറിങ് ആയിട്ടുള്ള ഓരോ ആക്ട്സ് ആയിരുന്നു. അത് പോസിറ്റീവ് അല്ല, പക്ഷെ അതിന്റെ റിസൾട്ട് വളരെ ഇമ്പാക്ട്ഫുള്ളും വളരെ ഇമ്മീഡിയറ്റുമായിരുന്നു. പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പല ജനറേഷൻസ് ആയിട്ട് പലരും പല ആൾക്കാരും ചെറുതായിട്ട് ചെയ്തു. അപ്പൊ കമ്മിങ് ബാക്ക് ടു ഇപ്പൊ കോവിഡിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ ഞാൻ ജപ്പാനിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് കുറച്ച് ദിവസം മുമ്പാണ് പറന്നു വന്നത്. അപ്പൊ ജപ്പാനിനകത്ത് ഈ കോവിഡ് സംബന്ധിച്ചുള്ള വലിയ ലോക്ക്ഡൌൺ ഒന്നുമില്ല. അപ്പൊ അതിനെപ്പറ്റി ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കവിരാജ് അത് ഉദ്ദേശിച്ചത് ചില കാര്യങ്ങളൊക്കെ. അപ്പം ഡേറ്റ വെച്ചിട്ട് ജപ്പാനിൽ നോക്കുമ്പോൾ ജീവിതം നോർമലാണ്, ലോക്ക്ഡൌൺ ഇല്ല, അങ്ങനെയൊക്കെ ഞാനിപ്പോൾ പലരോടും ഞാൻ പറയാറുണ്ട് എങ്ങനെ ഇത് സംഭവിക്കുന്നു. അപ്പൊ അവർ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൺട്രിക്കകത്ത് അവർ കാര്യങ്ങൾ ചെയ്ത് അവിടെ എക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, പക്ഷേ എക്സ്പോർട്സ് മെയിൻറ്റെയിൻ ചെയ്ത്, കാരണം എക്സ്പോർട്സ് മെറ്റീരിയൽ പോകുമ്പം സ്പ്രെഡ് മാനേജ് ചെയ്യാമല്ലോ, കൺട്രോൾ ചെയ്യാമല്ലോ, അങ്ങനെയായിരുന്നു അവർ അവിടെ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ട് പറന്നു വന്ന് ദുബായ് വഴിയാണ് കേരളത്തിലോട്ട് പറക്കുന്നത്. കാരണം ജപ്പാനിൽ നിന്ന് പുറകോട്ട് പറന്ന് അവിടെ നിന്നാണ് വരുന്നത്, കാരണം നേരിട്ട് വിമാനമില്ല ഇപ്പം. അപ്പം ജപ്പാൻ എയർപോർട്ടിൽ ഞാൻ വന്നപ്പോൾ, നരിറ്റ എയർപോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു എയർപോർട്ടാണ്. ഞാൻ പലപ്പോഴും അവിടുന്ന് ആഴ്ചയിൽ 1-2 കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫ്ലൈറ്റെങ്കിലും ഞാൻ അവിടുന്ന് പല രാജ്യത്തേക്ക് പറക്കാറുണ്ട്. എപ്പം ചെന്നാലും അവിടെ ഭയങ്കര തിരക്കാണ്, പക്ഷെ വെൽ മാനേജ്ഡ്. ഇത്തവണ ഞങ്ങൾ വന്നപ്പം ആ എയർപോർട്ടിനകത്ത് ആകെ ഒരു വിമാനമുള്ളൂ പറക്കാൻ വേണ്ടി. സാധാരണഗതിയിൽ പറക്കാൻ വേണ്ടി 10, 50, 100 വിമാനങ്ങൾ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത്, ഒറ്റ വിമാനമുള്ളൂ. ഞങ്ങൾ ഒരു വലിയ ഒരു പാസേജ് വേ കൂടെ നടക്കുമ്പം ഞാനും എൻ്റെ കുടുംബവും മാത്രമേ ഉള്ളൂ ആ പാസേജ് വേയിൽ. അപ്പൊ ഞാനത് കണ്ടിട്ട് പടം എടുത്ത് ചിലർക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നമ്മൾ ഈ ചില സിനിമകൾ കാണത്തില്ല, ലോകം അവസാനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥിതി പോലെ. പക്ഷേ ദുബായിൽ വന്നു, ദുബായ് എയർപോർട്ടിൽ വന്നപ്പം അവിടെ എല്ലാ കാര്യങ്ങളും നോർമൽ, പഴയതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. എമിറേറ്റ്സ് പറക്കുന്ന എല്ലാ രാജ്യത്തോട്ടും പറക്കുന്നുണ്ട്, കുറച്ച് ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പം വളരെ രസകരമായ ഒരു സംഭവം എമിറേറ്റ്സ് ചെയ്യുന്നുണ്ട്. എമിറേറ്റ്സ് എല്ലാ സ്ഥലത്തോട്ടും ഇപ്പൊ പറക്കുന്നുണ്ട്. ഇപ്പൊ ജപ്പാനിലോട്ട് ഉദാഹരണമായിട്ട് പറക്കുന്നുണ്ട്, പക്ഷെ ജപ്പാനിലെ വിമാനങ്ങൾ പറക്കുന്നില്ല. അപ്പം പാസഞ്ചേഴ്സും വളരെ കുറവാണ്, ഇപ്പം പഴയ പോലെ പറക്കുന്നില്ല. പക്ഷെ എമിറേറ്റ്സ് എന്താ ചെയ്യുന്നത്, ആ വിമാനം മുഴുവൻ അവർ കാർഗോ കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർ ക്യാഷ് ഉണ്ടാക്കുകയാണ്. അപ്പൊ കാർഗോ കൊണ്ട് കുറയ്ക്കുന്ന ഒരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഗോ കിട്ടുന്നത് ബിസിനസ് ആയിട്ടുള്ള ഒരു ബന്ധം കൊണ്ടാണ്. അപ്പൊ പിന്നീട് അടുത്ത തവണയും പിന്നീടും ഇവർക്ക് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത്, അപ്പം കോവിഡ് കഴിയുമ്പോൾ ജപ്പാനിലെ എയർലൈൻസിന് ചിലപ്പോൾ ബിസിനസ് കുറയും, എമിറേറ്റ്സിന്റെ ബിസിനസ് കൂടും. റൈറ്റ്? അവരൊരു ഡെയറിങ് ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്താണ്. പക്ഷെ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ്, ആൾക്കാരെ പറപ്പിക്കാൻ വേണ്ടി ഇവർ ഇൻഷുറൻസ് വരെ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എമിറേറ്റ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 31 ദിവസത്തിന് അവർക്ക് ആർക്കെങ്കിലും കോവിഡ് വന്നു കഴിഞ്ഞാൽ സകല ചെലവും, കേരളം പോലെയല്ല മറ്റ് പലയിടത്തും, പിന്നെ നമ്മൾ 1 ലക്ഷം രൂപ വരെ പലയിടത്തും ഒരു ദിവസം കിടക്കാൻ വേണ്ടി കൊടുക്കണം, അത് എമിറേറ്റ്സ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ധൈര്യത്തിലാണ് ആൾക്കാരും പറക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ ആണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ തന്നെ ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, യുണൈറ്റഡ് കിങ്ഡം, UK-യുടെ മുഴുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാമോ? ഉത്തർപ്രദേശിന്റെ മുഴുപ്പേ ഉള്ളൂ. പക്ഷേ ഒരു സമയത്ത് ലോകത്തിന്റെ 90% അവരുടെ കീഴിലായിരുന്നു, ഇന്ത്യ ഉൾപ്പെടെ. ഹോളണ്ട്, നെതർലൻഡ്സ്, ഇപ്പോഴത്തെ നെതർലൻഡ്സ്, അതിന്റെ സൈസ് എന്ന് പറയുന്നത് കേരളം പോലെയാണ്. അവരും ലോകത്തിന്റെ വളരെ നല്ല ഭാഗങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. എങ്ങനെ അവർ എടുത്തത്? ഇവര് ധൈര്യമായിട്ട് കപ്പലിൽ കയറി, നിങ്ങൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞ പോലെ എക്സ്പ്ലോർ ചെയ്ത് പല സ്ഥലത്തും പോയിട്ട് അവരവിടെ പോയി അവർ ലാൻഡ് ചെയ്തു. അവര് 5 പേരെ ഉള്ളെങ്കിലും ഒരു രാജ്യം മുഴുവൻ അവർ ടേക്ക് ഓവർ ചെയ്യുക ചെയ്യുന്നത്. കാരണം അവരുടെ ഒരു ധൈര്യമുണ്ടല്ലോ. അപ്പൊ മറ്റുള്ളവർ ആ ധൈര്യം കാണുമ്പോൾ അവരുടെ പിന്നിൽ ലൈനപ്പ് ചെയ്യും. കാരണം ഹ്യൂമൻ ഹിസ്റ്ററിയിൽ നമ്മൾ അങ്ങനെയാണ്, പൊതുവെ നമ്മുടെ സൈക്കോളജി എങ്ങനെയാണ്, ധൈര്യമായിട്ട് ഒരാൾ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നിൽ വളരെ ആൾക്കാർ ലൈനപ്പ് ചെയ്യും. അപ്പൊ അത് നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിക്ട്സ് വളരെ പവർഫുൾ ആണ്. ഇപ്പൊ തന്നെ ബേർഡ്സിനെ നോക്കിക്കഴിഞ്ഞാൽ, പക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ, തണുപ്പത്ത് സൈബീരിയയിൽ നിന്നൊക്കെ ലോകം മുഴുവൻ പകുതി കറങ്ങി ചൂടുള്ള സ്ഥലത്ത് അത് വിന്ററിൽ പറന്നു പോകും, റൈറ്റ്? എന്നിട്ട് തിരിച്ചത് പറന്നു വരും. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സർവൈവലിന് വേണ്ടി നമ്മൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം. അവസാനമായിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് മലയാള സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സ്ഫടികത്തിലെ മോഹൻലാലിന്റെ ക്യാരക്ടറാണ്, ആടുതോമ. കാരണം എന്ന് വെച്ചാൽ, ഇങ്ങേര് ചെറുപ്പമായിരുന്നപ്പം എത്രമാത്രം കുഞ്ഞു കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ നമ്മൾ ജോയിയെ പോലെയൊക്കെയുള്ള വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം കാര്യങ്ങൾ കണ്ടിരിക്കുന്നത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ അന്ന് ചാക്കോ മാഷ് തോമയുടെ അപ്പൻ തോമയെ അടിച്ചുള്ള കാര്യങ്ങളെല്ലാം നിർത്തലാക്കുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഒരു അപ്രീഷിയേറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ പല ഡെയറിംഗ് ആയിട്ടും ചെറിയ ഇന്നോവേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ എന്താ പറയുന്നത്, കൂട്ടിയുള്ള ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിരിക്കും.
തീർച്ചയായിട്ടും ഇതാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. താങ്ക് യു സാർ. സാറിന്റെ അടുത്തേക്ക് തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നത് സാർ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഈ ഏറ്റവും ചലഞ്ചിങ് ടൈമിൽ ഏറ്റവും ഡയറിംഗ് ആയിട്ട് മുന്നോട്ട് വരുന്ന ആളുകളാണ് പലപ്പോഴും ചരിത്രം സൃഷ്ടിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സാർ പറഞ്ഞത്. നമുക്കൊന്ന് ജോയ് സാർ അടുത്തേക്ക് പോകാം. ജോയ് സാർ, ഗുഡ് ഈവനിങ്. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടെ. ഗുഡ് ഈവനിങ്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് us, സർ. ഒരു സാറിന്റെ അടുത്ത് തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ രാജ്യം അഭിനന്ദിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് സാർ ഉള്ളത്. അപ്പോ ഈ താങ്കളുടെ ജീവിതാനുഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ ഡയറിംഗ് ടു ഡൈവ് എന്ന ആശയത്തെ എങ്ങനെയാണ് സാർ സമീപിക്കാന്നൊന്ന് പറയാമോ? ഓക്കെ, ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് MBTയോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ടോണി സാറിനെയും വിജയ് സാറിനെയും ഒക്കെ പരിചയം എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാത്ത കാര്യമാണ്. ഇതുവരെ സംഭവിക്കുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു വേദിയിൽ എന്നെ എത്തിച്ചതിന് ആദ്യമേ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം എനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചതിനും എല്ലാവർക്കും നന്ദി. നമ്മുടെ കാര്യത്തിലേക്ക് വരാം. സാറ് പറഞ്ഞ ആ ചെറിയ സാധനമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ടോണി സാർ പറഞ്ഞു ഈ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് ചില ചെറിയ സ്റ്റെപ്പുകളിൽ കൂടെയാണ്. വളരെ ചെറിയ സ്റ്റെപ്പിലാണ് സംഭവിക്കുക. ഭയം എന്നുള്ളത് എപ്പോഴാണ് നമ്മളെ പിടികൂടുന്നത്, അപ്പൊ നമ്മൾ അതിൽ നിന്ന് പിൻവലിയും ഉറപ്പായിട്ടും. ഭയം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് രാത്രി, ഇപ്പൊ കൊച്ചുകുട്ടികളായതുകൊണ്ട് ഞാൻ കൊച്ചുകുട്ടികളുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാം. രാത്രി നമ്മള് പണ്ടൊക്കെ കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ വീടിന് പുറത്ത് വാഴയില അനങ്ങുന്ന പോലെ നമുക്ക് പേടി ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ വാഴയില അനങ്ങുന്നത് നമ്മൾ പോയി തൊട്ട് നോക്കുന്നവരെ നമുക്ക് അവിടെ ആളാണോ നിൽക്കുന്നത് എന്നുള്ള സംശയം ഉണ്ടാവും. ദാറ്റ്സ് ഫാക്ട്. അപ്പം അല്ലെങ്കിൽ ആരെങ്കിലും അതിനടുത്തൊരു വിളക്ക് കത്തിച്ചു വെക്കണം. someone should light a lamp there. Otherwise നമ്മൾ എപ്പോഴും ചിന്തിക്കും അതൊരു സാധനം എന്തോ നമ്മളെ കൊല്ലാനുള്ള അല്ലെങ്കിൽ നമുക്ക് കീഴടക്കാൻ പറ്റാത്ത ഒരു സാധനം. ഭയം എന്നുള്ളത് അങ്ങനെയാണ്. നമ്മൾ തിരിച്ചറിയുന്നത് വരെയുള്ളൂ ഭയം ഏത് കാര്യത്തിൽ. അത് എന്തിനെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഭയം എന്നുള്ളത് തിരിച്ചറിവിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്നതാണ്. തിരിച്ചറിവ് എപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നു ആ സംഭവത്തെ പറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയം നമ്മൾ അതിനെ കീഴടക്കാനുള്ള കരുത്ത് നേടും. അതാണ് എനിക്ക് ആദ്യമേ ഇതിനെപ്പറ്റി പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, എപ്പോഴാണോ ഈ സാധ്യതകൾ മുന്നിൽ കാണുന്നത്, എല്ലാവരുടെ മുന്നിലും ഒരേപോലെ സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സംശയങ്ങൾ എനിക്കുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ എത്തിപ്പെടുന്ന കാര്യം, അവസരങ്ങളും സാധ്യതകളും വ്യത്യസ്തമായിട്ടാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ലോകത്ത്. അത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ സാധ്യത വല്ലപ്പോഴും ഒക്കെ നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ ആ സാധ്യതയെ നമ്മൾ ആദ്യം നോക്കിക്കാണുന്ന, എനിക്കത് തൊടാൻ കഴിയുമോ, എനിക്കത് പിടിച്ചടക്കാൻ കഴിയുമോ എന്നുള്ള ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന വികാരം അതായിരിക്കും. ഇപ്പൊ ഒരു പരീക്ഷ മുന്നിൽ വരുന്നു. എന്റെ തന്നെ ഉദാഹരണം പറയാം. ഈ ഇന്ത്യ ഇന്നോവേഷൻ ചലഞ്ചിൽ ഇങ്ങനെ ഒരു മത്സരം നടക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം തൽക്കാലം വേണ്ട എന്നൊരു ചിന്തയിലായിരുന്നു, സത്യസന്ധമായി പറഞ്ഞത്. അത് വേറൊന്നും കൊണ്ടല്ല, ഗവൺമെന്റ് സെക്ടറിൽ ഒരു കാര്യത്തിലേക്ക് ഇടപെടുമ്പോൾ ഉള്ള കുറെ നൂലാമാലകളും അതിന് ഫോർമാലിറ്റീസും ഇതുവരെ എനിക്ക് പരിചയമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പേപ്പറൊക്കെ എഴുതിയുണ്ടാക്കി ഈ പ്രപ്പോസലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ അത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള പേടിയോടെയാണ് ഞാൻ ഇരുന്നത്. ആദ്യത്തെ ആഴ്ച ഞാൻ ഈ പലരായിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ തൊട്ടതേ ഇല്ല ഇതിനകത്ത്. വേണ്ട എന്നുള്ള, പ്രപ്പോസൽ സമർപ്പിക്കേണ്ട, ബാക്കി പണികൾ ഇഷ്ടം പോലെ ഉണ്ട്, അത് ചെയ്ത് അങ്ങ് പോവാം, ചെറിയ റവന്യൂ ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചോണ്ട് പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ഞാൻ ചിന്തിച്ചു, എന്റെ കൂട്ടുകാരെല്ലാം എന്നെ നീ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക എന്താണ് സംഭവിക്കുന്നത്. എന്തായാലും ഒരു പ്രപ്പോസൽ അയച്ചു. ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് സംതിങ് വി ക്യാൻ ഡു. അതാണ് ഞാൻ പറഞ്ഞത്. ആ ടച്ച് ചെയ്യുന്നത് വരെയുള്ളൂ നമ്മുടെ പേടി. ഏത് സാധ്യതയിലും ടച്ച് ചെയ്ത് അതിന്റെ എല്ലാ വശത്തും നടന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ. അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വലിയ ബിഗ് കാര്യങ്ങൾ ഉണ്ടാവുന്ന ഇതുപോലത്തെ ആയിരക്കണക്കിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുമിച്ച് വെക്കുമ്പോഴാണ് അത് ആയിരക്കണക്കിന് കാര്യങ്ങളിൽ ഇതുപോലുള്ള ഭയം എന്നുള്ള എലമെന്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. പക്ഷെ അതിന് ചുറ്റും നടന്ന് നോക്കുക, മേളിലും താഴെയും നടന്ന് നോക്കുക, അകന്ന് നോക്കിയാൽ മതി. നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് നത്തിങ് വി ക്യാൻ ഡു. കാര്യം ലോകം സൃഷ്ടിച്ചത് മനുഷ്യർ തന്നെയാണ്. ഇതുപോലുള്ള ലോകം സൃഷ്ടിച്ചത് അവര് തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിവെച്ച് ലോകത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇത്ര മനോഹരമായ ഒരു ലോകം ടെക്നോളജി ഉൾപ്പെടെ ഉണ്ടാക്കി തന്ന മനുഷ്യൻ തന്നെയാണ്. സോ പീപ്പിൾ ഡിഡ് ഇറ്റ്. നമ്മളെ പോലുള്ള മനുഷ്യർ ചെയ്തതാണ് എന്ന തിരിച്ചറിവും വലിയ കാര്യമാണ് ഇതിനകത്ത്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് തോന്നുന്നത് സാറിന്റെ ഒരു ജീവിതാനുഭവം തന്നെ മുൻനിർത്തി പറഞ്ഞത്, ആ ഭയത്തെ നമ്മൾ എന്താണ് നമ്മളെ ഭയപ്പെടുന്ന കാര്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന വലിയൊരു ലെസൺ ആണ് സാർ നമുക്ക് പകർന്നു തന്നത്. നമുക്ക് ഈ സൂമില്
ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ ചേരുന്നത് മിക്കവാറും യങ്സ്റ്റേഴ്സ് ആണ്, അതോടൊപ്പം തന്നെ മുതിർന്ന ആൾക്കാരും ഉണ്ട്. അത് പിന്നെ കേരളത്തിൽ നിന്ന് ഉള്ള ആളുകളുണ്ട്, മലയാളം സംസാരിക്കുന്ന ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന്, US നിന്നും UK നിന്നും വിയന്നയിൽ നിന്നും ഒക്കെ ആളുകൾ, മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയ പ്രചോദനമായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ടോണി സാറിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ജോയ് സർ പറഞ്ഞത് ആ ഒരു ഭയം അതിനെ മാറ്റി വെച്ചുകൊണ്ട് അതിനെ എന്താ പറയാ നേരിട്ടുകൊണ്ട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും ജീവിതത്തിലേക്ക് ഒരു വലിയ ലീപ്പ് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകളാണ് ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഒരു ഭാഗത്ത് വേണം, പക്ഷെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ നേരിട്ടേക്കാവുന്ന റിസ്കുകളെ കുറിച്ചിട്ടുള്ള ധാരണയും നമുക്ക് വേണം. പക്ഷെ ഈ ഒരു ഭയവും അതുപോലെ തന്നെ ഈ ഭയത്തെ പിന്നെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു ധൈര്യവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ നമ്മൾ നേരിട്ടേക്കാവുന്ന റിസ്കുകളും ഇതിനൊരു സന്തുലിതമായിട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് സാർ ഒന്ന് വിശദീകരിക്കാം. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് വളരെ എന്താ പറയുക, ധാരാളം റിസർച്ചുകളും PhD വരെ എടുക്കുന്ന ടോപ്പിക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഭവം നടക്കാനുള്ള സാധ്യത, പ്രോബബിലിറ്റി, അത് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷഫലങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ്, ഇതാണ് നമ്മൾ നോക്കുക. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വളർന്നത് പാലായിലാണ്, പിന്നെ ആഫ്രിക്കയിലൊക്കെ ആയിരുന്നു. പാലായിലാണ് എൻ്റെ തറവാട്. അപ്പൊ അന്ന് ഇപ്പോഴത്തെ പോലെ റോഡുകളൊന്നുമില്ല. അപ്പൊ ഞങ്ങള് ബസ് കയറാൻ പോകണമെങ്കിൽ ഒരു 1.5-2 കിലോമീറ്റർ നടന്നു പോകണം, വയലിൽ കൂടെ നടന്ന്. 2 തോടുണ്ട്, 2 തോടിനും കുറുകെ കിടക്കുന്നത് ഒറ്റത്തടി പാലമാണ്, ഒരു തെങ്ങ് വെട്ടിയിട്ട് കുറുകെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ക്രോസ് ചെയ്ത് പോകണം. അപ്പം മഴയില്ലാത്ത സമയത്ത് പൊതുവെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമുക്കറിയാം താഴെ വീണാലും പേടി വരത്തില്ല എന്ന് വെച്ച് ധൈര്യമായിട്ട് പാലത്തിൽ കൂടെ പോകും. പക്ഷെ ചിലപ്പം വെള്ളം നല്ലപോലെ പൊങ്ങിക്കഴിയുമ്പോൾ ഈ പാലത്തിനെ, ഈ ഒറ്റത്തടി പാലത്തിനെ തൊട്ട് തന്നെ ഈ വെള്ളം നിൽക്കുന്ന കാണാം. അപ്പൊ പലപ്പോഴും പലരും പാലം ക്രോസ് ചെയ്യാതെ അപ്പുറത്ത് നിൽക്കും, പലരും ധൈര്യമായിട്ട്, കാരണം ഞാൻ ഇന്നലെ ഈ പാലം ക്രോസ് ചെയ്തതാണല്ലോ വെള്ളം വരുന്നതിന് മുമ്പ്. അപ്പം അങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പം പലരും വീഴാറൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വീഴാനും യൂഷ്വലി ഒന്നും പറ്റാറില്ല. പക്ഷെ ഇതുപോലെയാണ് പല കാര്യങ്ങളും. നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പേടി വരും. വളരെ രസകരമായ ഒരു അവാർഡുണ്ട് ഈ ലോകത്ത്. ഈ നോബൽ പ്രൈസ് എല്ലാവരും കേട്ടിട്ടുണ്ട്, ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ബുദ്ധിമാന്മാർക്ക് കൊടുക്കുന്ന അവാർഡാണ്. പക്ഷെ ഡാർവിൻ അവാർഡ് എന്ന് പറഞ്ഞ് വേറൊരു അവാർഡുണ്ട്, അത് വലിയ മണ്ടത്തരങ്ങൾ കാണിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന അവാർഡാണ്. അപ്പൊ ഈ പല കാര്യങ്ങളും ഡെയർ ചെയ്യുന്നത് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ചിലത് മണ്ടത്തരമായി മാറും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെയാണ് മണ്ടത്തരം. അതിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം, അതിന്റെ രസകരമായി സംഭവിച്ചത്. അമേരിക്കയിൽ കുറെ വർഷം മുമ്പ് ഈ കാരവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, ഈ സിനിമാക്കാരൊക്കെ ഓടിക്കുന്ന, പുറകിൽ കുക്ക് ചെയ്യാൻ പറ്റുകയും കിടക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയിൽ ഇത് വളരെ പോപ്പുലർ ആണ്. അപ്പൊ ആൾക്കാര് അവധിക്കൊക്കെ കുടുംബപരമായിട്ട് ഇത് എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തന്നെ എടുത്ത് ഓടിച്ചു പോയി പോകും. അപ്പൊ ഒരു ദിവസം ഒരു കാരവാൻ ഇതുപോലെ പോയിട്ട് അപകടമുണ്ടായി, അതിനകത്തെ പാസഞ്ചർ മരിച്ചു കഴിഞ്ഞ് പോലീസുകാർ നോക്കിയപ്പോൾ ഇതിൽ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രൈവർ സീറ്റിൽ ഇല്ലായിരുന്നു. അമേരിക്കയിലെ റോഡുകളൊക്കെ അറിയാലോ, നല്ല വീതിയുള്ള സ്ട്രെയിറ്റ് റോഡാണ്. ഇങ്ങനെ എന്ത് ചോദിച്ചാൽ ഒരു ചെറിയ കല്ല് പോലെ ഒരു സാധനം എടുത്ത് അതിന്റെ ആക്സിലറേറ്റർ, ക്രൂസ് കൺട്രോളിന് മുമ്പത്തെ കാലമാണ്, അപ്പോൾ ആക്സിലറേറ്റർ വെച്ചിട്ട് ഇദ്ദേഹം പുറകിൽ പോയി ഓംലെറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് സംഭവിച്ചപ്പോൾ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഡെയർ ചെയ്യാൻ വേണ്ടി പാടില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞാൽ ഈ പിന്നെ ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ പലരും മുകളിൽ നിന്ന് ചാടിയ ആൾക്കാരൊക്കെ ഉണ്ട്. പാരഷ്യൂട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ ഫ്രാൻസ് റൈക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 187 അടി പിന്നെ ഐഫൽ ടവറിന്റെ മുകളിൽ നിന്ന് താഴെ ചാടി മരിച്ചിട്ടുണ്ട് ഈ പാരഷ്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പലരും പല കാര്യങ്ങളും ചെയ്യുന്നത്. ചിലപ്പോൾ അത് മണ്ടത്തരമായിട്ട് നമുക്ക് തോന്നും, ചിലപ്പോൾ അത് പിന്നെ പോസിറ്റീവായിട്ട് തോന്നും. അപ്പൊ നമ്മളത് മനസ്സിലാക്കി മെഷർ ചെയ്ത്, നമ്മൾക്കറിയാം സൈഫത്തിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് പൊതുവേ ഉള്ള റിസ്ക് നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം ചെയ്യുന്നത്, രാവിലെ എണീറ്റ് കഴിഞ്ഞ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാറിൽ കയറി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരാനുള്ള പ്രോബബിലിറ്റി ചിലപ്പം ചെറുതായിട്ട് കുറവായിരിക്കും. ഞാനൊരു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനിന്ന് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയിൽ ഒരു ദിവസം 22,000 കൂടുതൽ ആൾക്കാർ മരിക്കുന്നുണ്ട്, റൈറ്റ്? അതിനകത്ത് ഞാൻ ഒരാളാവാനുള്ള സാധ്യത, പ്രോബബിലിറ്റീസ് ദേ. പക്ഷെ അത് നമ്മൾ വിചാരിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ധാരണ. തീർച്ചയായിട്ടും സർ, ആ റിസ്കുകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുമ്പോഴും നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് വളരെ ധൈര്യത്തോടെ എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. പ്രേക്ഷകരോട് ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ചോദ്യങ്ങൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സണൽ സ്റ്റോറീസും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ സ്പീക്കേഴ്സിനോടുള്ളത് സൂം ചാറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നമുക്ക് ജോയ് സാർ അടുത്തേക്ക് വരാം.
ജോയ് സർ നേരത്തെ പറഞ്ഞത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ പേടിയായിരുന്നു. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു പോയാൽ പോരെ, മുന്നോട്ടുള്ള അതിൽ നിന്നുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് പലപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു എന്നുള്ളത് സാർ പറഞ്ഞു. അത് തന്നെയാണ്, അതിനെപ്പറ്റി തന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ പരാജയപ്പെടുമെന്നുള്ള ഭയമാണ് പലർക്കും ഈ മുന്നോട്ടുള്ള കുതിപ്പിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അപ്പൊ പക്ഷെ വളരെ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ധൈര്യത്തോടെ ഓടി നടക്കുന്ന നമുക്ക് കാണാം. പലപ്പോഴും നമുക്കാണ് അവരെ നോക്കുമ്പോൾ നമുക്കാണ് ഒരു പേടി, അവരങ്ങോട്ട് പോയി വീഴുവോ ചാടുവോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഈ വളരും തോളം കുട്ടികളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു പേടി കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു പരാജയ പേടി നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്തായിരിക്കും ഇതിനുള്ള കാരണം? ഇത്തരം ഒരു പേടിയെ വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ ഇതിനെ ഒന്ന് മറികടക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സാറിന്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ഭയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടും രണ്ടാണ്. ഒന്നിപ്പോ ടോണി സാർ പറഞ്ഞതാ കറക്റ്റ്. മണ്ടത്തരമാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭയമാണ് മുതിർന്നവർക്കുള്ളത്. എന്തെങ്കിലും ചെയ്യുമ്പോൾ ചാടാനായിട്ട് അവര് തിരിച്ചറിവിന്റെ സമയത്താണ് ജീവിക്കുന്നത്. യാഥാർത്ഥ്യ ബോധത്തോടെ പല കാര്യങ്ങളെയും നോക്കി കണ്ടിട്ടാണ് മുതിർന്നവര് ഒരു തീരുമാനത്തിലെത്തുക. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, നേരത്തെ പാരച്യൂട്ടിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ ആള് ചെയ്തത് മണ്ടത്തരമാവുന്ന എന്താന്ന് വെച്ചാൽ അയാളത് ചിലപ്പോ ബോധപൂർവം തന്നെ അറിഞ്ഞുകൊണ്ട് ഞാൻ ചത്തേക്കാം എന്നുള്ള അറിവോടെ ചെയ്തതാവാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞ് തന്റെ കൈ എടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പാണ് ചിലപ്പോ ഒരു മെഴുകുതിരിയുടെ കൈവെട്ടത്തിലൊക്കെ കാണിച്ചെന്നൊക്കെ ഇരിക്കും. അതെന്ന് പറഞ്ഞാൽ തിരിച്ചറിവില്ലാതെ എടുത്തു ചാടുന്ന ഒരു രണ്ടും രണ്ടാണ്. അപ്പൊ കൊച്ചുകുട്ടിക്ക് കിട്ടുന്ന അത് നമ്മൾ ഓരോ ദിവസം വളരും തോറും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും നമ്മുടെ ബോധതലത്തിലേക്ക് ഒത്തിരി പുതിയ കാര്യങ്ങൾ കയറുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു അത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അങ്ങനെ കുറെ തിരിച്ചറിവുകൾ എത്തിയിട്ടാണ് നമ്മൾ മെച്യൂർ ആവുന്നത്. അപ്പോഴാണ് നമ്മളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇത്തിരി ഭയപ്പാട് കൂടുന്നത്. കാര്യം നമ്മളപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ വശങ്ങളും കറങ്ങി നടന്ന് കാണേണ്ടി വരും. എല്ലാം ചിന്തിച്ചിട്ട് റിസ്കിലേക്ക് നമുക്ക് സാറി പറഞ്ഞ പോലെ റിസ്കിലേക്ക് എടുത്ത് കാലുവെക്കുള്ളൂ. അതുകൊണ്ടാണ് മുതിർന്നവർ ഇച്ചിരി ഭയം കൂടിയവരായി മാറുന്നത് യഥാർത്ഥത്തിൽ. അതാണ് അതിന്റെ ഒരു യഥാർത്ഥ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോ നമ്മൾ ഓരോ സാധനത്തിനും ഓരോ തരം ഭയമാണ്. അതുണ്ടാവുന്നത് കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാവുന്നത് ശരിക്കും ഭയമേ അല്ല, അത് തിരിച്ചറിവില്ലായ്മയുടെ ഒരു കാര്യമാണ്. തിരിച്ചറിവ് ഉണ്ടായി വരും തോറും നമ്മൾ ഓരോ ഭയത്തിന് അടിപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ ആ ഭയത്തെ മറികടക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി പഠിക്കണം. ചുറ്റും കറങ്ങി നടന്നു പഠിച്ചു കഴിയുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. ആദ്യം ഈ പറഞ്ഞ പോലെ മുതിർന്നവർക്ക് ഭയം ഉണ്ടാവും. അത് ആദ്യം നമ്മുടെ അറിവിന്റെ പുറത്താണ്. നമുക്ക് അപ്പോൾ ഉള്ള പരിമിതമായ ലഭ്യമായ അറിവിന്റെ പുറത്താണ് പല ഭയങ്ങളും ഉണ്ടാവുന്നത്. പിന്നെ ആ അറിവ് മെച്ചപ്പെടുത്തിയാൽ എനിക്ക് തോന്നുന്നു ആ അറിവ് മെച്ചപ്പെടുത്തി നമ്മൾ ചുറ്റും കറങ്ങി നടന്ന് പഠിച്ചു കഴിയുമ്പോൾ തോന്നും വി ക്യാൻ ക്രാക്ക് ഇറ്റ്. നേരത്തെ ടോണി സാർ പറഞ്ഞ കറക്റ്റ് ആണ്. ഒരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ദാറ്റ് ഈസ് അനദർ തിങ്. അത് നമ്മളുടെ സ്കിൽ സെറ്റും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ്, നമുക്ക് കിട്ടിയേക്കണ എക്സ്പോഷറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇപ്പൊ ടോണി സാറ് ചെയ്യണ പോലത്തെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇറ്റ് ഈസ് സ്മോൾ തിങ്സ്. നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന എന്തെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവേണ്ടതും ഈ ഭയത്തെ മറികടക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. നമുക്ക് എന്താണ് കപ്പാസിറ്റി ഉള്ളത്, ആ കപ്പാസിറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ കാണും. പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യത്തെ കാണുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി പിന്നെയും ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. then that is going to change the things. അതാണ് ഇതിലുള്ളത്. അറിവും തിരിച്ചറിവുമാണ് വളരെ പ്രധാനമല്ലേ സാർ? അപ്പൊ നമ്മള് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും പഠിക്കുക, അറിയുക. ആ അറിയുന്തോറും നമ്മളിൽ നിന്ന് ആ ഭയം ഇല്ലാതായിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് സാറ് തന്നത്. നമുക്ക് ടോണി സാറിന്റെ അടുത്തേക്ക് ഒന്ന് പോവാം. ഇതില് വേറെ ഒരു വിഷയം നമ്മൾ കണ്ടിട്ടുള്ളത്, ചില ആളുകൾ മറ്റുള്ളവരെ റിസ്ക് എടുക്കുന്നില്ല. ഇപ്പൊ മുന്നോട്ടുള്ള ഒരു കുതിപ്പിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിലൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരെ നിരോത്സാഹപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. സാറിന് എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സാറിനെ നിരോത്സാഹപ്പെടുത്തുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള അവസ്ഥകളെ സാർ എങ്ങനെയാണ് പൊതുവെ നേരിടുന്നത്? അല്ലെങ്കിൽ അങ്ങനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്പുകൾ എന്താണ് സാറിന് തരാനുള്ളത്? ഇത് ധാരാളം ഉണ്ടാകുന്നതാണ്. പലപ്പോഴും പലരും നമ്മളെ സഹായിക്കാൻ വേണ്ടി, ജോയ് ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ തിരിച്ചറിവ് ഉള്ളവര് നമ്മൾ കാണിക്കാൻ പോകുന്നത് മണ്ടത്തരമാണെന്ന് തോന്നി പലപ്പോഴും നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യരുത്. പക്ഷെ നമ്മൾ നോക്കുന്നത് നമ്മുടെ വാൻറ്റേജ് പോയിന്റിൽ നിന്ന്, നമ്മളുടെ കണ്ണാടിയിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ കൊണ്ട് തോന്നും. ഞാനൊരു എന്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയൊരു കഥ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഒറ്റത്തടി പാലമൊക്കെ ക്രോസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ എനിക്ക് നീന്താൻ അറിയത്തില്ല. എനിക്ക് നീന്താൻ അറിയാത്തതിന്റെ കാരണം ഞാൻ പലപ്പോഴും നീന്താൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, കാശ് കൊടുത്തിട്ടുണ്ട്, പല ക്ലബ്ബുകളിലും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ശ്വാസം വിടാൻ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക്
തട്ടിപ്പിടിച്ച് നിൽക്കാൻ പറ്റും. എനിക്കൊരു 1.5 മിനിറ്റ് എന്റെ ശ്വാസം എത്രത്തോളം പറ്റുന്നു എനിക്ക് അത്രയും നേരം പൊങ്ങി കിടക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ എന്റെ കാര്യം കുഴപ്പത്തിലാവും. അപ്പൊ ഞാൻ ഇതുപോലെ അമേരിക്കയില് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പുതിയ വീട് മേടിച്ചു. വളരെ നല്ല ഒരു പൂളുണ്ട് ആ വീട്ടില്. പക്ഷെ അത് ഡൈവിംഗ് പൂളാണ്. ഡൈവിംഗ് പൂളിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ റെഗുലർ സ്വിമ്മിംഗ് പൂളിനെക്കാട്ടിൽ ഇവർക്ക് ഇതിന് വീതി കുറവായിരിക്കും, വീതി നീളം കുറവായിരിക്കും, പക്ഷെ നല്ല താഴ്ചയായിരിക്കും. അപ്പൊ എല്ലാവരും ഇതിനകത്തോട് ചാടുന്നു. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ, എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോൾ നല്ല രസകരമായ ഒരു സംഭവം ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഡൈവ് ചെയ്താലും നേരെ താഴെ പോയി പൊങ്ങി വരാൻ വേണ്ടി ഏകദേശം ഒരു 30 സെക്കൻഡ്സ് താഴെ എടുക്കത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആ വെള്ളത്തിന്റെ ഒഴുക്കത്തിന്റെ സൈഡിൽ നാച്ചുറൽ ആയിട്ട് പോയി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം കൂടെ 1 മിനിറ്റിനകം സംഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്കും പറ്റും എന്നെനിക്കൊരു ധൈര്യം. അപ്പൊ ഞാൻ എന്റെ ഭാര്യ അടുത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാനും ചാടാൻ പോകുന്നുണ്ട്. ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് വട്ടാണ്, നിങ്ങൾ ചാടല്ലേ, പ്രശ്നമാവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊക്കെ ഒരു കാര്യം അവിടെ എല്ലാവരും ഒന്ന് വട്ടത്തിലൊന്ന് നിൽക്കണം, എനിക്കൊന്ന് ചാടി നോക്കണം, എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു. ഞാൻ ഏതൊക്കെയായാലും ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ അവിടുന്ന് വെള്ളത്തിലേക്ക് ചാടി. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പൊങ്ങി വന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞ് പേടിയുണ്ടായിരുന്നു. പക്ഷെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവിടെ കാണാം, ഭിത്തി എനിക്ക് കാണാം. അപ്പൊ 2 പിടി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭിത്തിയുടെ അടുത്തെത്തി. അതിനുശേഷം ഞാൻ പിന്നെ അവിടെ സ്ഥിരം പോയി ഡൈവ് ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പല സ്ഥലത്തും പോയിട്ട് ഡൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഡൈവ് ചെയ്യും. പക്ഷെ എനിക്ക് നീന്താൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഇത്രയും ദൂരത്തിലേ എനിക്ക് പറ്റത്തുള്ളൂ. ഇത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ കാണുന്ന പേടി, നമ്മൾ വെള്ളത്തിൽ മുങ്ങി പോകുന്നുള്ള ഭയം, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ്. ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ഉണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്. ഞാൻ പലയിടത്തും കോട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണിത്. 5 കുരങ്ങന്മാർക്ക് പഴമായിട്ടൊരു കേജിലിട്ട ഒരു കഥയാണ്. ഒരു കൂട്ടിൽ 5 കുരങ്ങന്മാരെ ഇട്ടു. എന്നിട്ട് ഒരു പടല പഴം കേജിന്റെ മുകളിൽ വെച്ചു. ഇവർക്ക് എത്തത്തില്ല, കയറാൻ വേണ്ടി ഒരു ഏണിയും വെച്ചു കൊടുത്തു. അപ്പം പഴം കണ്ടപ്പോഴത്തേക്ക് ഒരു കുരങ്ങൻ ചാടി ഏണി വഴി കയറി പഴത്തിന്റെ അടുത്ത് എത്താൻ പോയപ്പോഴത്തേക്ക് ഇവര് പുറത്തു നിന്ന് എക്സ്പെരിമെന്റ് ചെയ്യുന്നൊരു വെള്ളം, നമ്മുടെ പോലീസുകാർ ചീറ്റുന്ന പോലെ വെള്ളം ചീറ്റി. അപ്പൊ കുരങ്ങന്റെ ദേഹത്ത് വെള്ളം വീണ്. അപ്പൊ കുരങ്ങന്റെ വേദന എടുത്ത് തിരിച്ച് താഴെ ചാടി. അവനിങ്ങനെ വെള്ളമൊക്കെ വീണ് തണുത്ത് മൂലയ്ക്ക് ഇരുന്നപ്പോഴത്തേക്ക് അടുത്ത കുരങ്ങൻ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ, അപ്പൊ എന്നെ കൊണ്ട് പറ്റുമല്ലോ എന്നും പറഞ്ഞ് മുകളിലേക്ക് കയറി. അവന്റെ ദേഹത്തോട്ടും വെള്ളം വിട്ടു. അപ്പൊ അങ്ങനെ 2-3 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 4ാമത്തവൻ കയറാൻ പോയപ്പോഴത്തേക്ക് 5ാമത്തവൻ പറഞ്ഞു, മറ്റവര് പറഞ്ഞു പുറകോട്ട് വലിക്കുക, നിങ്ങൾ പോകണ്ട, നീ പോയി കഴിഞ്ഞാൽ നിനക്ക് വെള്ളം വീഴുമെന്ന്. അപ്പൊ ഇതിൽ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നനഞ്ഞ കുരങ്ങന്മാരെ, ആദ്യം ഉണ്ടായിരുന്ന 5 കുരങ്ങന്മാരെ പതുക്കെ ആ കൂടിൽ നിന്ന് മാറ്റി. ഒരു സമയമായപ്പോൾ വെള്ളം പോലും ഒരിക്കലും ദേഹത്ത് വീണിട്ടില്ലാത്ത കുരങ്ങന്മാരാണ് ആ കൂടിനകത്ത്. പക്ഷെ പടി കയറാൻ വേണ്ടി, സ്റ്റെപ്പ് കയറാൻ വേണ്ടി ഏത് കുരങ്ങ് ശ്രമിച്ചാലും മറ്റേ കുരങ്ങന്മാർ പിടിച്ചു വലിക്കും, നീ കയറില്ലെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇവർക്ക് എവിടുന്നോ കേട്ടിട്ടുണ്ട്, എവിടുന്നോ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ മുകളിൽ കയറുന്നത് ഡേഞ്ചറസ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ്? ചിലപ്പോൾ വെള്ളം ഉടനെ പോയി കാണും, വെള്ളം ഒരിക്കലും ഇനി വരത്തില്ല. പക്ഷെ നമ്മൾ പേടിച്ച് നമ്മൾ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നമ്മൾ കയറാതെ ഇരിക്കും. അപ്പൊ അങ്ങനെ പലപ്പോഴും സംഭവിക്കും. ഞാൻ ചെറുപ്പത്തിലൊക്കെ തെങ്ങിലൊക്കെ കയറുമായിരുന്നു, മരത്തിലൊക്കെ ഏത് കിട്ടിയാലും മരത്തിൽ കയറുമായിരുന്നു. അപ്പൊ ഇതുപോലെയാണ്, ഞാൻ തെങ്ങിന്റെ മുകളിൽ കയറി കരിക്കൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ സഹോദരൻ എന്റെ അത്ര തെങ്ങ് കയറാറില്ല. അപ്പൊ അവന് ഒരു തവണ കയറാൻ ശ്രമിച്ച് പകുതി കയറി കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും രസകരമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ പേടി മറന്ന് നമ്മൾ ചെയ്യുമ്പോഴാണ്. പക്ഷേ എഗെയിൻ നമ്മൾക്ക് എപ്പോഴും ആ ഒരു മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു റിസ്കിന് നമുക്കൊരു ബാലൻസ് വേണം. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇൻഹെറിറ്റഡ് ഫിയർ ആണ് സൈഫെ പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അറിവാണ്, നിങ്ങൾ എന്നെ കൊണ്ട് ഒരു പുതിയ കാര്യം, ഇപ്പൊ ജോയ് മുമ്പേ പറഞ്ഞ പോലെ ജോയുടെ ചുറ്റുമുള്ളവരോട് പറയും എന്തിനാണ് നീ സമയം വേസ്റ്റ് ചെയ്യുന്നത്, നീ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് വെറുതെ വേസ്റ്റ് ആയിരിക്കും, ആ സമയം കൊണ്ട് നിനക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യല്ലോ എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ആ വിജയം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്, ലോകത്തിനൊരു മാറ്റം ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും സർ, എനിക്ക് തോന്നുന്നു ഇൻഹെറിറ്റഡ് ഫിയർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ ചുറ്റും പുറകോട്ട് വലിക്കാൻ ഒരുപാട് നനഞ്ഞതും നനയാത്തതുമായിട്ടുള്ള ഒരുപാട് കുരങ്ങന്മാർ ചുറ്റുമുണ്ട്. പക്ഷെ നമ്മുടെ ധൈര്യം സംഭരിച്ചുകൊണ്ട് നമ്മൾ മുകളിലേക്ക് വലിഞ്ഞു കയറണം എന്നുള്ള ഒരു മെസ്സേജ് സാർ തന്നതിന് വളരെ നന്ദി. പിന്നെ ജോയ് സാറിന്റെ അടുത്തേക്ക് നമ്മൾ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കാം. സാർ ഇപ്പോൾ വളരെ ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കും, കാരണം വളരെ ആഘോഷിക്കപ്പെടുന്ന ഒരു സ്റ്റാർട്ടപ്പിന്റെ അതിനൊരു ചുക്കാൻ പിടിച്ച ഒരാളാണ് സാർ. അപ്പൊ സാർ ഈ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു മുന്നോട്ടുള്ള ഈ കുതിപ്പിന് സാറിന് ആത്മവിശ്വാസം നൽകിയ കാര്യങ്ങൾ, ചുറ്റും ആത്മവിശ്വാസം നൽകിയ ചില ഘടകങ്ങൾ, അതെന്തൊക്കെയാണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ? ചുരുക്കി ഒന്ന് ഷെയർ ചെയ്യാമോ സാർ? ഓക്കെ സൈഫ്, ഇത് സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സംഭവമായിട്ട് കാര്യം ഇത് സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഞാൻ ഒരു കോളം വാർത്തയായിട്ട് മാറുമെന്ന് മാത്രം വിചാരിച്ച ഏതായാലും ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ഗുണം ചെയ്തേക്കാം. കാര്യം ഇന്ത്യയില് ഒരു വീഡിയോ കോൺഫറൻസിങ് ആപ്പ് വരിക എന്ന് പറയുന്നത് ഒരു ഗുണം ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അല്ലാതെ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യത്തിൽ. അതവിടെ നിൽക്കട്ടെ. അപ്പം
ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മവിശ്വാസം നൽകുന്ന 3-4 ഘടകങ്ങൾ. ഒന്ന്, വലിയൊരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള കമ്പനി അല്ല ടെക് ജംഗ്ഷൻ. ചെറിയൊരു കമ്പനിയാണ്. $1 മില്യൺ ഒക്കെ പരമാവധി ചെയ്തിട്ടുള്ള ഒരു കമ്പനി കഴിഞ്ഞ വർഷമൊക്കെ. അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യത്തിലായിരുന്നു. 10 വർഷമായിട്ട് നമുക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ചെയ്ത ടെക്നോളജിയിലുള്ള വിശ്വാസം, അത് ഭയങ്കരമായിരുന്നു. പിന്നെ എൻ്റെ കുട്ടികൾ 65 പേരുണ്ട്. അവരെല്ലാവരും ഒരു ഫാമിലി പോലെ എന്നെ കൂട്ടിപ്പിടിക്കുന്ന കൂട്ടത്തിലാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് വിചാരിച്ചിരുന്നു, കമ്പനിയുടെ പകുതി കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊക്കെ നിർത്തി വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാം, ഏതെങ്കിലും കമ്പനിയിൽ പ്രോജക്ട് മാനേജറായിട്ടൊക്കെ ജോലി കിട്ടുമായിരിക്കും, 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ച സമയത്ത് അവരാണ് എന്നോട് പറഞ്ഞത്, സാറേ നമ്മൾ എന്തായാലും ഒരു ടീമായിട്ട് കുറെ വർക്ക് ചെയ്തു, നല്ല റിസർച്ച് ചെയ്തു, നമുക്കൊരു പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഒരു പരിധിയിൽ ഒരു ടെക്നോളജിയെ, ഹാർഡ്വെയർ ടെക്നോളജിയെ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യാവുന്ന ഒരു തരത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വീണ്ടും ഫൈനാൻഷ്യൽ കുഴപ്പങ്ങളിലേക്ക് പോയി. ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ എൻ്റെ കുട്ടികളാണ് എന്നോട് പറഞ്ഞത്, വി ആർ നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ്. ആ കൂട്ടായ്മ, അതായത് സാധാരണ ഇത് തിരിച്ചായിരിക്കും ടോണി സാറൊക്കെ പറയാം, ലീഡറാണ് മുമ്പിൽ നിന്ന് നയിക്കുകയാണ്. ഇവിടെ തിരിച്ചാണ് സംഭവിച്ചത്. ലീഡർ പറയട്ട് പോകാൻ പോയപ്പോ, അപ്പൊ എന്റെ കുട്ടികളെ പറ്റി എന്റെ സുഹൃത്തുക്കൾ പറയുന്ന കാര്യം ഇതാണ്, എല്ലാ കമ്പനികൾക്കും എന്താണ് പിന്നെ സോൾജിയേഴ്സ് ഉള്ള, ജോയ്ക്കുള്ളത് കമാൻഡോസ് ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ അതെന്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറയുന്ന കാര്യമാണ്. അത് ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകിയത്. പണമൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ കുട്ടികളിലുള്ള വിശ്വാസം ഭയങ്കരമാണ്. പിന്നെ ഇവർ ഭയങ്കര ആത്മാർത്ഥതയോടെയാണ് ഈ ടെക്നോളജിയെ കാണുന്നത്. എന്നേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ അവർ ആ ടെക്നോളജിയെ കാണുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ഞങ്ങൾക്ക് സാധിക്കും എന്നൊരു തോന്നൽ ഒരു വേള അവര് മനസ്സിലാക്കിയിരുന്നു. കാര്യം റിസർച്ചിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കൂടെ ഇൻവോൾവ് ആണ്. ഈ ഓപ്പൺ സോഴ്സിലൊക്കെ പല ടെക്നോളജിയിലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റിസർച്ച് നമുക്ക് അറിയാം, എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ബെഞ്ച് മാർക്ക് നമുക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടെക്നോളജി എവിടെയാണ്, ഇപ്പൊ സൂമോ ഗൂഗിൾ മീറ്റോ അതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ടെക്നോളജി എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ത്യയിൽ എവിടെയാണെന്നും നമുക്കറിയാം, ഇന്ത്യയിലെ സ്ഥാനം. ആ ഒരു അറിവാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് നയിച്ചത്. അത് ഫലം ചെയ്തു എന്നുള്ളതാണ് സത്യസന്ധമായി പറഞ്ഞാൽ. സെലിബ്രേഷനൊക്കെ അതിന്റെ, എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഒരു ഗുണം ചെയ്തത്, എപ്പോഴും ഉണ്ടാവുക ഗ്ലാമർ ജോബ്സ് ആണല്ലോ ബാക്കി കമ്പനികളിലൊക്കെ ജോലി കിട്ടുന്നത്. ടെക് ജംഗ്ഷനിൽ കിട്ടിയേക്കണ പിള്ളേര് നല്ല എഞ്ചിനീയേഴ്സ് ആണ്, പക്ഷെ അവർക്ക് അതൊരു ഗ്ലാമർ ജോബ് ഒരിക്കലായിരുന്നു. ചിലപ്പോൾ കല്യാണം പോലും ഒക്കെ ബുദ്ധിമുട്ടിയൊക്കെ നടന്നിരുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ തൽക്കാലം. അതും ടെക് ജംഗ്ഷൻ എന്ന് പറയുന്ന ചെറിയ കമ്പനി, അതില് അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കുട്ടികള് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പൊ ടോണി സാറിനോട് ചോദിച്ചാൽ അറിയാം, അട്രീഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കൊഴിഞ്ഞുപോക്ക് ഭയങ്കര ഒരു ഇഷ്യൂ ആണ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ. പക്ഷെ ഈ കുട്ടികളിൽ 67 പേരെ ആകെ ജോയിൻ ചെയ്തിട്ടുള്ളൂ കമ്പനിയിൽ പല ഘട്ടത്തിലായിട്ട്. അതിൽ 2 പേര് ഇതുവരെ പോയിട്ടുള്ളൂ. ആ 2 പേര് പോയത് ഹയർ സ്റ്റഡീസിനാണ്. ദാറ്റ് കൈൻഡ് ഓഫ് എൻ എൻവയോൺമെന്റ് ഈസ് ഹിയർ. അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്താണ് ജോലി ചെയ്യുന്നത്. ഇവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബിഗ് ഹൈറ്റ്സ്, ഐ എം വെരി ഹാപ്പി വിത്ത് വാട്ട് വി ആർ. തീർച്ചയായിട്ടും സർ, എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതിൽ സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വളരെ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു. കാരണം ആ ഒരു എൻവയോൺമെന്റ്, നമ്മൾ ഉള്ള എൻവയോൺമെന്റ് ഒക്കെ നമ്മൾ എത്ര സ്വാധീനിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ആത്മവിശ്വാസം വരുന്നത്. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ കുട്ടികളാണ്, തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ അന്വേഷണം അറിയിക്കണം. ഞങ്ങളുടെ ചില പ്രോഗ്രാമുകൾ ഉണ്ട്, പടവുകൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് അവരെ സഹായിക്കണം. ഒരുപക്ഷെ സാറിന്റെ കുട്ടികളെ ഒരുപക്ഷെ ഞങ്ങൾ പടവുകളുടെ ഏതെങ്കിലും സെഷനിൽ ഞങ്ങൾ ക്ഷണിക്കാനും കൂടി ഉദ്ദേശിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അവസാനത്തെ 1-2 ഡിസ്കഷൻ പോയിന്റ്സ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഉടനെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം മെമ്പർ നിരഞ്ജനയുണ്ട്. ഓവർ ടു യു നിരഞ്ജന. താങ്ക് യു സേഫ് സർ. ഗുഡ് ഈവനിങ്. ഞാൻ ഇത്രയും നേരം നമ്മൾ 2 സ്പീക്കേഴ്സിന്റെയും വാക്കുകൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എക്സ്പെരിമെന്റിലെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ട്വിറ്ററിൽ പോസ്റ്റ് ലൈവ് ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സ്പീക്കേഴ്സിന്റെ വാക്കുകൾ കേട്ട് നമുക്ക് അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ട്സും പേൾസ് ഓഫ് വിസ്ഡം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സെഷനിൽ. സർ, എനിക്ക് ടോണി സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ പരാജയ ഭീതി പലരെയും പല രീതിയിൽ എഫക്ട് ചെയ്യാറുണ്ട്. ചിലവർക്ക് അത് അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ആ ഒരു ഭയം കാരണം തന്നെ അവരുടെ ഫുൾ പൊട്ടൻഷ്യലിനെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാതെ വരാറുണ്ട്. സർ, ഇതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് നമുക്ക് ഈ പരാജയ ഭീതിയെ കുറച്ച് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റാൻ കഴിയും?
ഹലോ നിരഞ്ജന. അപ്പോൾ ഈ പരാജയഭീതിയാണ് പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കാറുള്ളത്. പക്ഷേ ഉദാഹരണത്തിന് ഞാനിപ്പം ജപ്പാനിലായിരുന്നു. ജപ്പാനിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിലേക്ക് വന്നതേ ഉള്ളൂ. ജപ്പാനിലെ ആൾക്കാരുടെ കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യത്തിൽ പോലും തോൽക്കാൻ പറ്റില്ല. തോറ്റു കഴിഞ്ഞാൽ അത് അവർക്കൊരു വലിയ പരാജയമായിട്ടാണ്, അതായത് ജീവിതം തന്നെ പരാജയപ്പെട്ടത്. അതായത് അവിടുത്തെ കമ്പനികളിലെ വിൻഡോസ് പലതും സീൽഡ് ആണ്. കാരണം പലരും ഈ പറഞ്ഞ പോലെ ചെറിയ പ്രോജക്ട്സ് ഒക്കെ പോലും ഫെയിൽ ചെയ്ത് കഴിയുമ്പോൾ വിൻഡോയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ. ജപ്പാനിലെ ഹരാക്കിരി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് പണ്ട് കാലത്ത് ആൾക്കാർ എന്തെങ്കിലും തോറ്റു കഴിഞ്ഞാൽ സ്വന്തം വാളിലേക്ക് വീണ് മരിക്കുന്ന ഒരു രീതി. അവരെന്നിട്ട് മറ്റുള്ളവർ ചുറ്റും നിന്ന് കാണുകയാണ്. കാരണം തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടുകാരനായിരിക്കും വാള് കൊടുക്കുന്നത്, നീ ഇതിലേക്ക് വീഴുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൾച്ചറിലാണ് നമ്മൾ പലരും വളർന്നു വന്നത്. അപ്പൊ ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ആണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്തത്. അപ്പം നമ്മളിപ്പം IT-യിൽ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഫെയിൽ ഫാസ്റ്റ്. വളരെ പെട്ടെന്ന് തോൽക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. കാരണം ആ തോൽവിയെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. തോൽവിയെ നമ്മൾ ആൾക്കാർക്ക് നീ തോറ്റു, എങ്ങനെ തോറ്റു, എന്തിനു തോറ്റു, അതിൽ നിന്ന് എന്ത് പഠിച്ചു. കാരണം ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള പടിയാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ വോഡഫോണിൽ CIO ആയിരുന്നപ്പോൾ IBM ആയിരുന്നു ഞങ്ങളുടെ ഒരു വലിയ പാർട്ട്ണർ. പക്ഷെ വോഡഫോണിനകത്ത് ഇന്നോവേഷൻ നടക്കുന്നില്ല എന്നുള്ളൊരു വലിയ പരാതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കയറിയപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ ഇന്നോവേഷൻ ചെയ്യണം. പക്ഷെ ഇന്നോവേഷൻ ചെയ്യാൻ നടക്കാതിരിക്കുന്നതിന്റെ കാരണം പലപ്പോഴും കണ്ടത്, ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ ശ്രമിച്ച് തോറ്റു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്നൊരു നെഗറ്റീവ് ഒരു ഇമ്പാക്ട് ഉണ്ടാവും. പക്ഷെ ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എനിക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇന്നോവേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളൊരു തോക്കാൻ വേണ്ടി മാത്രം, തോൽക്കുന്നവർക്ക് അവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് IBM-ലെ അന്നത്തെ CEO ചെയർമാൻ ജിന്നി റൊമറ്റിയും ഞങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ജോയിന്റ് അവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് തോൽക്കുന്ന പ്രോജക്റ്റുകൾക്ക് മാത്രം, ജയിക്കുന്ന പ്രോജക്റ്റിന് നല്ല അവാർഡ്. പക്ഷേ തോൽക്കുന്ന പ്രോജക്റ്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുമ്പോൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു. അപ്പോൾ കാരണം അടുത്ത പ്രോജക്റ്റിൽ ഇപ്പൊ ജോയിയെ പോലുള്ളവരൊക്കെ ഓരോന്ന് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ പണ്ട് നമ്മൾ സ്ക്രാപ്പ് ചെയ്ത പല കാര്യത്തിലേക്ക് കൂട്ടി വെച്ചിട്ടാണ് പുതിയ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ തോൽവി എന്ന് പറയുന്നത് ഒരു വിജയത്തിലേക്ക് ശരിക്കുമുള്ള ഒരു പടിയാണ്. പക്ഷെ നമ്മളത് എന്താ പറയുന്നത്, ഫിയർ ഓഫ് ഫെയിലിയർ നമ്മൾ മാറ്റണം. കാരണം സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അല്ലാതെ നമ്മളൊരു ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഒരു കൊച്ചുകുട്ടി തീയിൽ തൊട്ടാണ് പഠിക്കുന്നത്, റൈറ്റ്? നമ്മൾ പേടിപ്പിച്ച് ആ കുട്ടിക്ക് ആ തീ എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് പോലും അറിയാത്തൊരു സ്ഥിതിയായി മാറുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മാറ്റിയെടുക്കണം. താങ്ക് യു സർ. എനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ളത്, എനിക്കൊന്ന് മെഡിക്കൽ ഫീൽഡിലും ഡോക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഒരു മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി മീറ്റിംഗ് നടത്തുന്നു തോന്നുന്നു. അവരുടെ ഫെയിലിയേഴ്സിനെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് അതേ ഫെയിലിയേഴ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് മീറ്റിംഗ്സ് നടത്താറുണ്ട്. സർ, ജോയ് സാറിനോടുള്ള എന്റെ ചോദ്യം ഇതേ നമ്മൾ ഈ പറഞ്ഞ റിസ്കിനെ പറ്റിയാണ്. ഫിയർ ഓഫ് ഫെയിലിയർ ഇസ് ബോൺ ഓഫ് റിസ്ക്. അപ്പം ഈ മുന്നോട്ടുള്ള കുതിപ്പിന് ഏറ്റവും പ്രധാനമായത് ഈ റിസ്ക് എടുക്കാനുള്ള ഒരു സന്നദ്ധത, റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയാണ്. അത് പക്ഷെ നമ്മുടെ പല കുട്ടികളും നമ്മളത് കാണുന്നില്ല. അപ്പൊ നമ്മളത് ബോധപൂർവം കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒന്നാണോ? അങ്ങനെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരെ ഇത് പഠിപ്പിക്കുക? എനിക്ക് തോന്നുന്നു അത് പഠിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ റിസ്ക് എടുക്കാൻ പഠിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത്. പക്ഷെ നമുക്ക് ആ തലത്തിലേക്ക് കുട്ടികളെ ഉയർത്താൻ പറ്റും അത് ചെയ്യാനായിട്ട്. ആ ഉയർത്തൽ എന്ന് പറയുന്നത് ഈ ടോണി സാർ പറഞ്ഞ കാര്യമാണ്. ഫെയിലുവറിനെ പേടിക്കാതിരുന്നാൽ, കൊച്ചുകുട്ടികളാകുമ്പോൾ ഫെയിലുവറിനെ പേടിക്കാതെ പല കാര്യങ്ങളും ചെയ്യിക്കാൻ നമുക്ക് എന്ന് വെച്ചാൽ ഡേഞ്ചറസ് കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു. അല്ലാതെ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യിക്കാനുള്ള ഒരു ബോധം കുട്ടികളിൽ വളർത്താൻ ചിലപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ ചിലപ്പോൾ പറ്റിയേക്കും. നമ്മളിപ്പോൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഈ കുട്ടികളെ ഇടപെടുത്തുന്ന രീതി, കുട്ടികളെ മാനേജ് ചെയ്യുന്ന രീതിയിലൊക്കെ കുറച്ച് മാറ്റം വരുത്തിയാൽ, നമ്മൾ എപ്പോഴും കുട്ടികളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര, എനിക്ക് തോന്നുന്നു അതൊരു തെറ്റായ സാധനമാണ്. നീ ഭയങ്കരനാണ്, നീ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നതിന് പകരം അത് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു വലിയ ഗുണം ചെയ്യുന്നുണ്ട്. കാര്യം they will realize sometime it was a false notion. നമുക്ക് നേരത്തെ തന്നുകൊണ്ടിരുന്ന ഇൻഫർമേഷൻ തെറ്റാണ്. വീട്ടുകാരും മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ തന്നുകൊണ്ടിരുന്നത് തെറ്റാണ്. ഞാൻ തന്നെ അത് റിയലൈസ് ചെയ്തിട്ടുണ്ട്. കാര്യം 91 ഞാൻ SSLC ജയിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലെ ഒരു സാധാരണ ഗ്രാമീണ സ്കൂളിൽ പഠിച്ചതാണ്. അവിടുത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിട്ട് ഞാൻ പോകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കരനാണെന്നാണ്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ കൊച്ചുകുട്ടിയല്ലേ. സ്വാഭാവികമായിട്ടും ഞാൻ കോളേജിൽ ചെന്ന് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് 500 മാർക്കുണ്ട് അപ്പൊ SSLCക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചത് 500 മാർക്ക് ഒരു സംഭവമാണെന്നാണ്.
ഞാൻ ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ 570 തൊട്ട് 540 വരെ ഉള്ളവരാണ് ബാക്കിയല്ല എന്റെ ക്ലാസ്സിൽ. സോ ഐ റിയലൈസ്ഡ്. ആ റിയലൈസേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ റിയലൈസേഷൻ ഇങ്ങനെയല്ല കുട്ടികൾ. ഇപ്പൊ ഫേസ്ബുക്കിൽ നല്ലൊരു പാട്ട് പാടി എന്നുള്ളത് കൊണ്ട് ആ കുട്ടിയെ യേശുദാസിനേക്കാൾ മികച്ച ഗായകനായി വാഴ്ത്തുന്ന രീതി എനിക്ക് അത് തെറ്റായ ഒരു ബോധവേ കുട്ടികളെ വളർത്തുള്ളൂ. അതിന് പകരം അവർക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നു ആ ഒരു തലം ഉണ്ടാവണം. ഫെയിലിയേഴ്സ് ഉണ്ടാവും, നിങ്ങൾ യു ഹാവ് ടു ഫേസ്, ബട്ട് ദേർ ആർ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങനെ പറയണ്ട. പക്ഷെ ഫെയിലിയർ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾ അത്ര മികച്ചതാണെന്ന് വിചാരിക്കേണ്ടതില്ല. യു ആർ ഗുഡ് ഇനഫ് ടു കോമ്പീറ്റ് വിത്ത് യുവർ പിയേഴ്സ്. ഇപ്പോ ദാറ്റ് ഈസ് ഇറ്റ്. ആ ഒരു ബോധം കുട്ടികളിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മളുടെ തലം എവിടെയാണ്, ആ തലത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ റിസ്ക് എനിക്ക് എടുക്കാൻ കഴിയും. അതാണ് ഉണ്ടാവേണ്ടതെന്ന് തോന്നുന്നു. അതിന് എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു ഈ ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ദ്രോഹം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇക്കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദ്രോഹമുണ്ട്. ഒരു പാട്ട് വൈറലായാൽ നമ്മൾ വിചാരിക്കുന്നത് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ദ എന്താ പറയാ ടോപ്പ് ഓഫ് ദി വേൾഡ്, അതാണ് സംഭവിക്കാൻ പോണത്. അങ്ങനെ അല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടതും കൂടെ ഉണ്ട്. വേൾഡ് എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ തന്നെ പിയറിൽ മറ്റുള്ള സ്ഥലത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതും കൂടെ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവർക്കറിയാം ഞാൻ ഏത് തലത്തിൽ നിൽക്കുന്നു. അവിടെ നിന്നിട്ടുള്ള റിസ്ക് എടുക്കാൻ അവർക്കപ്പോ ഒരു പവർ ഉണ്ടാവും സ്വന്തമായിട്ട്. ആ പവർ പതിയെ ഡെവലപ്പ് ചെയ്ത് വന്നോളൂ എന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു സർ. സാറിന് വളരെ ഓണസ്റ്റ് ഒപ്പീനിയൻ ആയിരുന്നു. അത് എത്ര പോപ്പുലർ ആയിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. പോപ്പുലാരിറ്റി വേണ്ട. താങ്ക് യു സർ. ഞാൻ തിരിച്ച് സാറിനേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഈ ഡിസ്കഷൻ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ നമ്മളെ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും നമുക്ക് സാധിക്കുകയുള്ളൂ. വളരെ ലൈവ്ലി ആയിട്ട്, വളരെ ഹോണസ്റ്റ് ആയിട്ട്, പേഴ്സണൽ എക്സ്പീരിയൻസോട് കൂടിയാണ് രണ്ടുപേരും സംസാരിച്ചത്. കുറച്ച് ചോദ്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് സ്പീക്കേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടീം മെമ്പർ ആനന്ദ് ജി ഉണ്ട്. ഓവർ ടു യു ആനന്ദ്. താങ്ക് യു സൈഫ്. വളരെ രസകരമായിട്ട് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒപ്പീനിയനുകളാണ് നമ്മുടെ പാനലിസ്റ്റിലൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൂമിലും ഫേസ്ബുക്കിലും എല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അലീന GHSS പട്ടിക്കാട് സ്കൂൾ തൃശ്ശൂർ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത് എനിക്ക് ജോയ് സാറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. അതായത് സാർ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ബാക്കപ്പ് നമുക്ക് എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ അൽസീന ചോദിച്ചേക്കുന്നത് സാറിന് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഫാമിലിയുടെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? സത്യസന്ധമായി പറഞ്ഞാൽ ഫാമിലിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ല എന്റെ വീട്ടില്. കാര്യം എന്റെ വീട്ടിലെ അച്ഛനും അമ്മയും ലിറ്ററലി ഇല്ലിറ്ററേറ്റ് ആണ് അവർ. സോ അങ്ങനെ പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രം. മേ ബി അവര് പഠിച്ചത് സാക്ഷരതാ ക്ലാസ്സിലൊക്കെ ആയിരിക്കും വായിക്കാൻ പഠിച്ചത്. സോ അങ്ങനെയുള്ള രണ്ടുപേരാണ്. അവർക്ക് ഇത് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ അതിനെ പറ്റി ധാരണ. പക്ഷെ ഭാര്യയും മക്കളും ദേ ആർ അവെയർ ഓഫ് ഇറ്റ്. ഭാര്യ എന്റെ സ്കൂൾ ടീച്ചറാണ്, ഇതുപോലെ ഹൈസ്കൂളിലെ ടീച്ചറാണ്. പുള്ളിക്കാരത്തിക്ക് അറിയാം ഞാൻ എന്തോ കാര്യം ഇതാണ് വിഷമിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഒന്നൊക്കെ അറിയാവുന്ന ഒരാൾ, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഭാര്യയുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. കുട്ടികള് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അവര് ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ടോണി സാറിനോടൊക്കെ ചോദിച്ചാൽ അറിയാം എന്നെ പോലൊരു പ്രോജക്ട് മാനേജർക്ക് കിട്ടാവുന്ന ഒരു സാലറി ലെവൽ. അതൊന്നും അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രതയിലൊന്നും അല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അവരുടെ മേലെയും ഉണ്ട്. എന്റെ പിയേഴ്സ് ഒക്കെ ചിലപ്പോൾ അമേരിക്കയിലൊക്കെ വലിയ ജോബിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ ഒരു കമ്പനി നടത്തുന്നതിന്റെ റിസ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ആ റിസ്ക് അവരെ ചിലപ്പോൾ ചില തരത്തിലൊക്കെ ബാധിക്കുന്നുണ്ടാവും. പക്ഷെ ദേ ആർ ഹാപ്പി വിത്ത് വാട്ട് വി അച്ചീവ്ഡ് സോ ഫാർ. അത് അവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായിട്ടാണ്. ചില സമയത്തൊക്കെ 24/7 അവരെനിക്ക് വേണ്ടി ഉണർന്നിരിക്കാറുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. ടെസ്റ്റിങ്ങിലൊക്കെ സഹായിക്കാറുണ്ട് വീട്ടിലെല്ലാവരും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട്. ഉറപ്പായിട്ട് അവരുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകില്ല. എന്റെ കമ്പനി പോലെ തന്നെയാണ് എന്റെ ഫാമിലി. രണ്ട് ഫാമിലിയാണെന്നേ ഉള്ളൂ. അത് ഒരു ഫാമിലിയുടെ സപ്പോർട്ട്, ഫാമിലി ഫോളോ ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രിയേറ്റീവ് ജോബില്. ടോണി സാർ, ഷീജ GVHSS നടക്കാവ് ഷീജ ചോദിച്ചേക്കുന്നത് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. നമ്മളെ എന്തിനെ നേരിടാനുള്ള ഒരു ശക്തി ആർജിക്കലാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ എങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു റിയൽ സെൻസിൽ എഡ്യൂക്കേഷൻ ആ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഷീജയുടെ ചോദ്യം.
താങ്ക് യു. ഷീജ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ ഇത് എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കുട്ടികളെ ചിന്തിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നില്ല, എഞ്ചിനീയറിംഗിന് ഉൾപ്പെടെ. ഞാൻ ഈ ഒരു കാര്യം പലപ്പോഴും സർക്കാരിലെ ഏറ്റവും ഉന്നത തലത്തിൽ വരെ നേരിട്ട് പോയി സംസാരിച്ച് തിരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും പലപ്പോഴും പത്രത്തിൽ വരെ ഞാൻ ഇതിനെപ്പറ്റി എഴുതിയിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനം. നമ്മൾ ആൾക്കാരെ ചിന്തിക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാതെ ഒരു പുസ്തകം കാണാതെ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് നടന്നൊരു കഥ ഞാൻ പറയാം. ഞാൻ +2 വരെ ഞാൻ പുറത്താണ് പഠിച്ചത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലായിരുന്നു O level A level ചെയ്തത്. അപ്പോൾ അവിടെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലെ സിലബസിലൊക്കെ നമ്മളിവിടെ പഠിക്കുന്ന പോലെ പിന്നെ ഹോട്ട് എയർ പിന്നെ മുകളിലേക്ക് പോകും, കോൾഡ് എയർ താഴേക്ക് വരും, ഇതിനൊക്കെ കൺവെൻഷൻ കറണ്ടിനെ പറ്റിയൊക്കെ നമ്മളെ പഠിപ്പിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, റെഫ്രിജറേറ്ററിന്റെ, നമ്മുടെ ഫ്രിഡ്ജിന്റെ ഫ്രീസർ എന്തിനാണ് മുകളിൽ വെച്ചിരിക്കുന്നത്, എന്താണ് താഴെ വെക്കാത്തതെന്നാണ് ഇവർ ചോദിക്കുക. അല്ലാതെ ഡിഫൈൻ കൺവെക്ഷൻ അല്ലെങ്കിൽ ഡിഫൈൻ പിന്നെ കണ്ടക്ഷൻ അങ്ങനെയല്ല, നമ്മളെ കാണാതെ പഠിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ലാബിൽ 12ാം ക്ലാസ്സിൽ പോലും നമ്മുടെ ലാബ് പരീക്ഷയ്ക്ക് പ്രൊസീജിയർ തരും. ആ പ്രൊസീജിയർ വെച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു എക്സ്പെരിമെന്റ് ആയിരിക്കും. ഇതുപോലെ നോബൽ ലോറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു ക്രമപട്ടിക തരും. ഇങ്ങനെ ഇത് പോയിട്ട് നമ്മളോട് ചെയ്തോളാൻ പറയും. നമ്മളത് ചെയ്യും. ക്വസ്റ്റ്യൻ ഇല്ല, ക്വസ്റ്റ്യൻ അന്നേരം തന്നിട്ടില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചു തരും. എന്നിട്ട് പറയും ഓക്കെ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് വീണ്ടും ചോദിക്കും നിങ്ങളാണ് ഇത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗിന് തിരുവനന്തപുരം CET വന്നു. CET വന്നപ്പം റെക്കോർഡ് ബുക്കൊക്കെ എല്ലാവർക്കും കിട്ടി, എനിക്ക് ഒരു റെക്കോർഡ് ബുക്ക് കിട്ടി. അപ്പൊ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് റെക്കോർഡ് ബുക്ക് കൊണ്ട് ഞാൻ ലാബിൽ ചെന്നു. സാറ് റെക്കോർഡ് ബുക്ക് തരും. ഞാൻ റെക്കോർഡ് ബുക്ക് കൊടുത്തു. സാറ് തന്നൊക്കെ പിന്നെ ഒന്നുമില്ല. അപ്പൊ ഞാൻ റെക്കോർഡ് ബുക്ക് എഴുതിയില്ലേ? ഞാൻ ഇല്ല സാർ, ഞാൻ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്തില്ല, പിന്നെ ഞാൻ അങ്ങനെ എഴുതുന്നേ. സാറ് പറഞ്ഞു അങ്ങനെയല്ല, നീ വരുന്നതിന് മുമ്പ് നീ എക്സ്പെരിമെന്റ് മുഴുവൻ പഠിച്ചിട്ട് റെക്കോർഡ് ബുക്കിൽ എഴുതി വന്നിട്ട് കഴിഞ്ഞ് നീ ചെയ്യണം. അപ്പൊ നമ്മൾ സാറേ ഞാൻ കാണാതെ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം എന്നാണ് ഞാൻ അന്ന് ചോദിച്ചത്. അപ്പൊ അതിലൊരു കുഴപ്പമെന്ന് വെച്ചില്ല, ഞാൻ പറയുന്നത് CET കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നൊരു സംഭവമാണ്. ഞാൻ ഇതിനെപ്പറ്റി പല വേദിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതി മാറ്റി നമ്മളെ ചിന്തിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. ചിന്തിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ റിസ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കും, ഡൈവ് ചെയ്യാൻ വേണ്ടി, ഡെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾക്കറിയാം ഓരോ കാൽക്കുലേഷൻ, നമ്മുടെ മനസ്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പാക്ട്ഫുൾ ആണ്. നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പല കാര്യങ്ങളും ചിന്തിച്ച് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഷീജ ചോദിച്ചത് ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അത് മാറ്റേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ കാണാതെ പഠിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. മനസ്സിലാക്കി പഠിക്കുക. ഞാനിവിടേക്ക് എഞ്ചിനീയറിംഗിനൊക്കെ വന്നു കഴിയുമ്പം എക്സാം എഴുതുമ്പം പിന്നെ മാത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പേപ്പറിൽ എഴുതിക്കൊണ്ടിരുന്നത് ഞാനായിരുന്നു. ഫിസിക്സിനൊക്കെ പിന്നെ കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ. കാരണം വെച്ചാൽ ഞാൻ ഡെഫിനിഷനിൽ തുടങ്ങി ഫോർമുല ഡിറൈവ് ചെയ്യുന്ന ആളാണ്. അല്ല ഞാൻ ഫോർമുല എനിക്ക് ഇതുവരെ കാണാതെ പഠിക്കാൻ പറ്റില്ല. ഇതുവരെ ഞാൻ ഫോർമുല ഇപ്പോഴും ഒരു ഫോർമുല എന്നെക്കൊണ്ട് കാണാതെ പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ പഠിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ പഠിക്കുന്നതാണ് എൻ്റെ ഒപ്പീനിയനിൽ ഫൗണ്ടേഷൻ നമുക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടുക. താങ്ക് യു സർ. സാറിനോട് തന്നെ ടോണി സാറിനോട് തന്നെ വേറൊരു ചോദ്യം വന്നേക്കുന്നത്. സാർ ഇപ്പം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അഡ്വൈസറി കമ്മിറ്റിയിലുള്ള അഡ്വൈസറാണ്. അപ്പം നമ്മുടെ വനിതാ സംരംഭകരുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പ്രസൻസ് കൂട്ടാനായിട്ട്, അവരെ കൂടുതൽ റിസ്ക് എടുക്കാനായിട്ട് എൻകറേജ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഒരു 23% ആണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, വിമൻ ഇൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയപ്പെടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വനിതാ സംരംഭകരുടെ പാർട്ടിസിപ്പേഷൻ ഇതിൽ കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് ഒരു വലിയൊരു പ്രോബ്ലമാണ്. അത് പലയിടത്തും ഉള്ള പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, ടെക്നോളജി ഇൻഡസ്ട്രിയിൽ ഇതൊരു വലിയ പ്രോബ്ലമാണ്. കാരണം വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ആൾക്കാർ പല സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ ജോലി പറഞ്ഞ പോലെ 24 മണിക്കൂറൊക്കെയാണ് പലരും ജോലി ചെയ്യുന്നത്. അപ്പോൾ കുടുംബമായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് പലരും പേഴ്സണലായിട്ട് കുടുംബത്തിന് വേണ്ടി ജോലി സാക്രിഫൈസ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ധാരണയുണ്ട് കുടുംബത്തിലെ മെയിൻ ബ്രെഡ് വിന്നർ പുരുഷനാണെന്നുള്ളത്. അപ്പൊ പുരുഷന്റെ കരിയറിന് വേണ്ടി ഞാനിപ്പോൾ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജോലിക്ക് ട്രാൻസ്ഫർ മേടിച്ചിട്ടുണ്ടോ? പക്ഷെ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി എത്ര ഭാര്യമാർ ട്രാൻസ്ഫർ മേടിച്ചിട്ടുണ്ട്? എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ഭാര്യ ഒരു സമയം കഴിഞ്ഞപ്പോൾ ജോലി നിർത്തുക ചെയ്തത്. കാരണം രണ്ടുപേരും ഇതുപോലെ പോയി കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാൻ ആരും ഇല്ല എന്നുള്ള ഒരു രീതിയിൽ. അപ്പം ജോയ് മുമ്പേ പറഞ്ഞ പോലെ പലപ്പോഴും നമ്മുടെ കുടുംബം നമ്മളെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു പരിധിയിൽ കൂടുതൽ ആ ഒരു ബേർഡൻ അവരിലേക്ക് എടുക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, നമ്മുടെ സൊസൈറ്റി, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ പുറത്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവധിക്ക് വന്നപ്പം എറണാകുളത്ത് ഞാൻ എന്തോ ഒരു കാര്യത്തിന് പോയപ്പോൾ ബസ്സിലാണ് പോവുക. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ബസ്സിൽ പോയപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു സ്ത്രീ
കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. അന്നത്തെ കാലത്താണ്, എന്താണ്, ലേറ്റ് 80s. അപ്പം ഒരു മനുഷ്യൻ, അപ്പുറത്തിരുന്ന മനുഷ്യനോട് ചോദിക്കുക, നിങ്ങളുടെയൊക്കെ വീട്ടില് സ്ത്രീകൾ ഇതുപോലെ കാർ ഓടിക്കുമോ? അതെന്നെ ഇപ്പോഴും എന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും അലട്ടുന്നുണ്ട്. കാരണം ഒരു സ്ത്രീ കാർ ഓടിക്കുന്നുണ്ട്, എന്താണ് കുഴപ്പം, റൈറ്റ്? ആ ഒരു, അപ്പൊ നമ്മളുടെ മനസ്സ്, ഞാൻ പറഞ്ഞ 80s ഒരു സ്ത്രീ കാർ ഓടിക്കുന്നതിനെ പറ്റി മലയാളികൾ പറയുന്ന ഒരു കമന്റാണ്. അപ്പം സംരംഭകർ ജോലിയാണ് പൊതുവെ, കാരണം റിസ്ക് ടേക്കിങ്ങിന് നമ്മളെ സ്ത്രീകൾ പൊതുവെ നമ്മൾ അനുവദിക്കാറില്ലാത്തതുകൊണ്ട് പൊതുവെ കരിയർ ഗവൺമെന്റ് ജോലികളിൽ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടാണ് ഇവർ, ക്ലർക്സ് ഒക്കെ ആയിട്ടാണ് ഇവർ പലരും പോകുന്നത്. സംരംഭകരായിട്ട് പോകുന്ന വളരെ ചുരുക്കം ആൾക്കാരുണ്ട്. എനിക്ക് പലരെ അറിയാം, അവർക്ക് വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർ ചെയ്യുന്ന എന്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ആ സൊസൈറ്റി ഇപ്പോഴും സ്ത്രീകളെ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ. അത് മാറണം, അത് നമ്മൾ എല്ലാവരും മാറണം. ഇവിടെ ഇരിക്കുന്ന ഈ കോളിലുള്ള എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് അമ്മ, സിസ്റ്റർ, പിന്നെ ഗ്രാൻഡ് മദർ ഉൾപ്പെടെ, റൈറ്റ്, എന്താണ് ഇത് ചെയ്യാത്തത്? എന്റെയൊക്കെ വീട്ടിലേക്ക് എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ വളരെ എന്റർപ്രൈസിംഗ് ആണ്. എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. എന്റെ ഗ്രാൻഡ് മദർ അതിനേക്കാട്ടിലും എന്റർപ്രൈസിംഗ് ആണ്. ഞാൻ എപ്പോഴും പറയും, എന്റെ ഗ്രാൻഡ് മദർ ആയിരുന്നു ബിസിനസ്, ചിലപ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദറിനെക്കാട്ടിലും വലിയൊരു നിലയിൽ എത്തിയത്. പക്ഷെ സൊസൈറ്റി ഗ്രാൻഡ് മദറിനെ അടുക്കളയിൽ തളച്ചു. അതിന്റെ ഒരു കുഴപ്പം. താങ്ക് യു സർ. ജോയ് സാറിനോട് ഒരു ചോദ്യം. ആദിഷ് KV, THS മരുത്തറോഡ്, പാലക്കാട് ചോദിച്ചേക്കുന്ന, സമയം ഒരു പ്രധാന ഘടകമാണ്. നമ്മളിങ്ങനെ ഒരു പ്രത്യേകിച്ച് IT ഇൻഡസ്ട്രിയിലും നമ്മുടെ ഒരു ഓന്റർപ്രണർഷിപ്പിലും എല്ലാം സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് സാറിന് മനസ്സിലായ ഒരു ഇൻസിഡന്റ്, സാറിന്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ എന്നാണ് ആദിഷ് ചോദിച്ചത്. ഉറപ്പായിട്ടും ഇപ്പോ ഈ സമയം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. IT ഇൻഡസ്ട്രിയിൽക്കാരോട് ചോദിച്ചാൽ അറിയാം എന്താണ് സമയത്തിന്റെ വില, എപ്പോഴാണ് പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞങ്ങളിപ്പോ ഇത്തിരി ലേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ ഫീൽഡിൽ കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം സമയം ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്, ഞാൻ എന്റെ കാര്യത്തിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 2014 ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രോഡക്റ്റിന്റെ ഈ ഹാർഡ്വെയറിലായിരുന്നു ഈ ടെക്നോളജി മുഴുവൻ ഓടിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. അതിനെ മാറ്റി റീപ്ലേസ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള എന്റെ തിരിച്ചറിവ് ആ സമയത്താണ് ഉണ്ടാവുന്നത്. അത് പക്ഷെ എനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല അതില്. ഞാൻ ഡിഡ് ഇറ്റ്, പക്ഷെ അതിൽ സോഫ്റ്റ്വെയറിൽ ക്യാപിറ്റലൈസ് ചെയ്യാനും അതിൽ ബിസിനസ് ഉണ്ടാക്കാനും അന്ന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു എന്റെ അനുഭവത്തെക്കാൾ ഉപരി ഇപ്പൊ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. കോവിഡ് തുറന്നു വരുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കോവിഡിനെ ദുരന്തമായിട്ടും ദുരിതമായിട്ടും ഒക്കെയാണ് കാണുന്നതെങ്കിലും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അറിയാം, നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ്സിൽ സൂം നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ക്ലാസ് റൂം എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടൂൾ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എ റീപ്ലേസ്മെന്റ് ഓഫ് ക്ലാസ് റൂം. ഇപ്പോ ഓൺലൈനിൽ ഒരു ക്ലാസ് റൂമിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ഇതുവരെ വന്നിട്ടില്ല സത്യത്തിൽ. ഇനി പ്രോക്ടറിങ് ഓഫ് എക്സാംസ്, അതിനൊരു ടൂൾ ഇല്ല ഇപ്പോ. നമ്മുടെ ഇൻവിജിലേഷൻ പ്രോസസ്സ്, പരീക്ഷ എങ്ങനെ നടത്തും എന്നുള്ള, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കോവിഡ് നമുക്ക് തരുന്നത് പുതിയ ഡിവൈസുകളും പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ ടെക്നോളജിയും പുതിയ സർവീസും ഒക്കെ കൊണ്ടുവരേണ്ട ഒരു സമയമാണിത്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ദ, എന്താ പറയാ, ഒരു കുഴപ്പത്തിന്റെ സമയമല്ല. ഈ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്ന സംരംഭകർ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട സമയമാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് അതൊന്ന്. പിന്നെ ടോണി സാർ നേരത്തെ പറഞ്ഞൊരു കാര്യത്തോട് എനിക്കൊരു കൂട്ടിച്ചേർക്കലുണ്ട്. ഞാൻ എപ്പോഴും ഈ കുട്ടികളൊക്കെ IVക്ക് വേണ്ടി ഓഫീസിൽ വരും. ചെറിയ കമ്പനിയൊക്കെ ആയതുകൊണ്ട് IV ഒക്കെ കൊടുക്കാറുണ്ട്. ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒക്കെ ഞങ്ങൾ അനുവദിക്കും. അപ്പൊ കുട്ടികൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളിരിക്കുന്ന കസേരയെ പറ്റി ഒന്ന് ആലോചിച്ചിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് അല്ല, ഈ കറങ്ങുന്ന കസേരയൊക്കെ ആണല്ലോ ഓഫീസിലൊക്കെ, അവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പറയും അവരോട് ഇത് ചെയ്യാൻ പറയും, നോക്കാൻ പറയും. എന്നിട്ട് അരമണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുതുകുവേദന വല്ലതും എടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറയും. അത് ആ മുതുകുവേദന എടുക്കുന്നിടത്ത് ഒരു എഞ്ചിനീയറിംഗ് ഇന്റലിജൻസ് ഉള്ള ഒരു മനുഷ്യനാണ് ഇരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഇതിനെ മാറ്റാൻ എന്താ വഴിയെന്ന്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സംരംഭകരും ഒക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി. ഞാൻ എപ്പോഴും പിള്ളേരോട് പറയുന്ന പാരയുടെ ഒരു കാര്യമുണ്ട്. നമ്മൾ തേങ്ങ പൊതിക്കുന്ന പാര. തേങ്ങ പൊതിക്ക് പണ്ട് പാര ഒരു 5 വർഷം മുമ്പ് പാര എടുത്ത് നോക്കിയാൽ കുത്തി 3-4 തവണ കുത്തി ഭയങ്കര പാടുപെട്ട് മെനക്കെട്ടാണ് നമ്മൾ തേങ്ങ പൊതിച്ചിരുന്നത്. അത് ഏതോ ഒരു എഞ്ചിനീയർ തേങ്ങ പൊതിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇന്റലിജൻസ് ഉള്ള ഒരു തേങ്ങ പൊതിക്കാരൻ പൊതിച്ചപ്പോഴാണ് അതിനൊരു ചെറിയ ലിവർ വന്നത്. അതുവരെ കേരളത്തിൽ എല്ലാവരും കുത്തി വിഷമിക്കായിരുന്നു ഈ പാരയിൽ. ഞങ്ങളുടെ അടുത്തൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് സമയം മാത്രമല്ല, നമ്മൾ ആ സമയത്ത് ഇടുന്ന ഒരു തോട്ട് പ്രോസസ്സും ഒക്കെ പ്രധാനമാണ്. നമ്മുടെ സ്കൂളിൽ ചെയ്യേണ്ടത്, ടോണി സാർ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ തോട്ട് പ്രോസസ്സിന് കുട്ടികളെ പ്രാപ്തരാക്കിയാൽ ഇഷ്ടം പോലെ സൊല്യൂഷൻസ് നമുക്ക് ചുറ്റും ഉണ്ടാക്കാനുണ്ട്. ഇപ്പോഴും ആ സൊല്യൂഷൻസ് ഒക്കെ ലാക്കിംഗ് ആണ്. അതുണ്ടാക്കാൻ പറ്റുന്ന കുട്ടികളെ വാർത്തെടുക്കലാവണം വിദ്യാഭ്യാസം. അങ്ങനെ വരണം.
സമയത്തേക്കാൾ ഉപരി അതാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ. താങ്ക് യു സർ. സാറിന്റെ ആ ഒരു ഒബ്സർവേഷൻ വളരെ നല്ലായിരുന്നു. പാരയുടെ ഒബ്സർവേഷൻ വളരെ ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആയിരുന്നു. ഇനിയുള്ള ചോദ്യങ്ങൾ എടുക്കാനായിട്ട് ആര്യയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആര്യ ORCയുടെ ഹെഡ് ചെയ്യുന്ന ആര്യ ചോദ്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. താങ്ക് യു ആനന്ദ് സർ. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കൺഫ്യൂഷൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാനും. അത്രയ്ക്കുണ്ട്. ഇപ്പോ വേഗന്ന് വരുവാണെങ്കിലും എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസിൽ വളരെ സർ നേരത്തെ ടോണി സർ പറഞ്ഞ് നിർത്തിയെടുത്തുന്ന ഞാൻ ജോയ് സാറിലേക്ക് വരുവാണ്. ഒരു കാര്യം, നമ്മളെല്ലാ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് വന്ന് ജീവിതത്തിൽ ഒരു റിസ്ക് എടുത്തു. നമ്മൾക്ക് ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നമ്മൾ റിസ്ക് എടുത്തു. പക്ഷെ ആ റിസ്ക്കും പരാജയപ്പെട്ടാൽ പിന്നെ എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അലൻ ആണ്. ഭയങ്കര കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്. എന്നാലും ഞാൻ പറയാം. കാര്യം ഇങ്ങനെ ഒരു നമ്മൾ ആ ഒരു മൂഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മേ ബി ഇതൊക്കെ ഒത്തിരി ഫാക്ടേഴ്സിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പണം ഒരു വലിയ ഫാക്ടറാണ് റിസ്ക് ഒക്കെ എടുക്കുമ്പോൾ. പണം ഇഷ്ടം പോലെ പമ്പ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ റിസ്ക്. ഞാനത് പറയാൻ കാരണം, ഞാൻ ടോണി സാർ എന്നെ അനുകൂലിക്കുമെന്ന് എനിക്കറിയില്ല. മേ ബി നമുക്കിപ്പോ ഞാൻ ചിന്തിക്കുന്നത് കേരളത്തിലൊക്കെ ഒരു പെർസെന്റേജ് പാരന്റ്സ് എങ്കിലും ഇപ്പോ ഇപ്പൊ എഞ്ചിനീയറിങ്ങിനും പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ 1% പാരന്റ്സിനെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും കുട്ടികളെ അവരുടെ ഐഡിയ ചേസ് ചെയ്യാൻ വിടാനുള്ള കേപ്പബിലിറ്റി ഉള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കും. ഇപ്പോ ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്തെ പോലെ അല്ല. 2000 ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ എന്റെ മുന്നിലുള്ള ചലഞ്ച് എങ്ങനെയെങ്കിലും വീടിനെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോലി ഉണ്ടാക്കുക എന്നുള്ളത്. ആ സ്ഥിതിയിൽ നിന്ന് കേരളം കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇത് ഒരു 50 വർഷം മുമ്പ് അമേരിക്കയൊക്കെ നിന്നിരുന്ന ഒരു സിറ്റുവേഷനിലുള്ള കുറച്ചു പേരെങ്കിലും, വളരെ കുറച്ചു പേരെങ്കിലും അമേരിക്കയിലെ പാരന്റ്സിനെ പോലുള്ള വളരെ കുറച്ചു പേരെങ്കിലും കേരളത്തിലൊക്കെ ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, അമേരിക്കയിൽ അന്ന് 50 വർഷം മുമ്പ് ജനിച്ച അല്ലെങ്കിൽ അന്ന് ടീനേജേഴ്സ് ആയിരുന്ന കുട്ടികളാണ് മൈക്രോസോഫ്റ്റും ആപ്പിളും ഒക്കെ ഉണ്ടാക്കിയത്. അവർക്കത് ചേസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായത് അവരുടെ പാരന്റ്സ്. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു, അമേരിക്കയൊക്കെ എപ്പോഴും വിചാരിക്കുന്ന പോലെ 18 വയസ്സ് കഴിഞ്ഞ മക്കളെ പുറന്തള്ളുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ പാരന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തതിന്റെ ഒക്കെ അങ്ങനത്തെ ഒരു സപ്പോർട്ട് അവിടുന്ന് കിട്ടിയതിന്റെ ആ ഒരു ഇക്കോസിസ്റ്റം അവിടെ 50 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജൊക്കെ അങ്ങനത്തെ ടൈപ്പിലാണ് ആൾക്കാരെ ഇറക്കുന്നത്. അവിടെയൊക്കെ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സോടെയാണ് കുട്ടികൾ വരുന്നത്. അതിപ്പോ നമ്മുടെ ചിന്തകളിലെങ്കിലും ഒക്കെ വരുന്നുണ്ട്. മുതിർന്നവരുടെ ഇപ്പൊ ടോണി സാറിനെ പോലുള്ളവരുടെ ചിന്തകളിലൂടെയെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ട്. പത്രത്തിൽ കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനത്തെ കുട്ടികളെയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ പതിയെങ്കിലും ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ഡിക്കേഡ്സിൽ ഞാൻ വിചാരിക്കുന്നു ഇവിടുന്ന് ഒക്കെ ഇതുപോലത്തെ വലിയ സംരംഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യാതൊന്നും സംശയിക്കേണ്ടതില്ല. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബലത്തിൽ ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇത് എന്റെ തോട്ട് പ്രോസസ്സിൽ മാത്രമുള്ളതാണ്. അത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിനെനിക്ക് പിൻബലം തരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയാണ് സംഭവങ്ങളെന്ന്. അതുകൊണ്ട് റിസ്ക് മുമ്പത്തെ പോലത്തെ ഒരു ബുദ്ധിമുട്ട് റിസ്ക് എടുക്കാൻ കുട്ടികൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. മേ ബി സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ട്. അത് ഗവൺമെന്റ് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ആയിട്ട്, പിന്നെ പാരന്റ്സ് ആയിട്ട്, പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവരായിട്ട്, ചില സുഹൃത്തുക്കളായിട്ടൊക്കെ ചില സപ്പോർട്ടിങ് മെക്കാനിസം ഇപ്പോ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താന്ന് ചോദിച്ചാൽ, എനിക്കൊരു കാര്യം ചെയ്യിക്കാൻ, എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യിക്കാനുള്ള ഒരു എന്താ പറയാ സ്കിൽ സെറ്റ് ഉള്ള വേറൊരാളെ കണ്ടെത്താനും ഇപ്പൊ എളുപ്പമാണ് തൊട്ടടുത്തൊന്നും. പണ്ടത്തെ പോലെ അല്ല. ഒരു 20 വർഷം മുമ്പുള്ള സ്ഥിതി അല്ല ഇവിടെ എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. റിസ്ക് എടുക്കണം. പരാജയപ്പെടും. 1000 പ്രാവശ്യം പരാജയപ്പെട്ടിട്ട് 1001ാമത്തെ പ്രാവശ്യം നമ്മൾ വിജയിക്കുള്ളൂ. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതുണ്ടാവും. പക്ഷെ അതാണ് വിജയം. അപ്പോഴേ ആ വിജയത്തിന് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ആദ്യത്തെ തവണ തന്നെ ഞാൻ ഫസ്റ്റ് ക്ലാസ് അടിച്ചാൽ പിന്നെ എന്ത് സന്തോഷം? ഒരു സംശയമില്ല. അതിനൊരു സന്തോഷമില്ല. അപ്പൊ വിജയത്തിനൊരു രസവും കാണില്ല. ഓക്കെ, താങ്ക് യു സർ. വളരെ സാറ് ഹൃദയത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഒപ്പം റിസ്ക് എടുക്കണം, നിങ്ങൾ എല്ലാവരും റിസ്ക് എടുക്കാൻ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സർ. ശരിക്കും കുട്ടികൾക്കുള്ള ഒരു വലിയ മെസ്സേജുമാണ് കുട്ടികൾ തോൽക്കാൻ പഠിക്കട്ടെ എന്നുള്ളതും. ഒപ്പം സർ പറഞ്ഞ വേറൊരു മെസ്സേജും ഉണ്ട്. നമ്മൾ സോഫ്റ്റ് സ്കിൽസ് മാത്രമല്ല ഹാർഡ് സ്കിൽസും കൂടി കുട്ടികളെ കുഞ്ഞിലെ തന്നെ ട്രെയിൻ ചെയ്ത്, നമ്മള് സർ യുഎസിലൊക്കെ അതാണ്, ഹാർഡ് സ്കിൽസും കൂടി അവർ കുഞ്ഞിലെ ട്രെയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു മെസ്സേജും കൂടി നമ്മളുടെ കുട്ടികളുടെ അടുത്തേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോണി സാറിനോടാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൃദ്യ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ് സർ, നമ്മളുടെ ഇൻഫോർമേഷൻ ടെക്നോളജിയും മെഡിക്കൽ ഫീൽഡും ഒക്കെ വളരെ വലിയ രീതിയിൽ വളർന്നു. എങ്കിലും കോവിഡ് എന്ന മഹാമാരി നമ്മളെ എല്ലാരെയും നിശ്ചലമാക്കി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തെ നിന്നും നമ്മൾക്ക് എങ്ങനെ വിജയിക്കാം? ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാം നമ്മളെ കൂട്ടി പിടിച്ച് ചുറ്റി വെച്ചിരിക്കുവാണ് കോവിഡ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. എങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റേജ് ഓവർകം ചെയ്ത് വിജയിക്കാം എന്നുള്ളതാണ് ഹൃദയയുടെ ക്വസ്റ്റ്യൻ. ടോണി സാറിനോടാണ് ക്വസ്റ്റ്യൻ. താങ്ക് യു ആര്യ. ഞാൻ ഈ കോവിഡിനെ പറ്റി ഞാൻ വളരെ ധാരാളം എഴുതുകയും പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇതിൽ വളരെ സിമ്പിളായിട്ട് ഒരു 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 ഇതുണ്ട്. അതായത് എല്ലാ ചാലഞ്ചസും നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ പറ്റും. എല്ലാ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കൊരു പുതിയൊരു വാതിൽ തുറക്കുന്ന ഒരു രീതിയായിട്ട് വരും. ഉദാഹരണത്തിന് കോവിഡ് ഏകദേശം എത്ര പേർക്ക് വരുമെന്നുള്ളത് ഒരു സയൻസ് ആണ്, അതൊരു വൈറോളജിയാണ്, അതൊരു സയൻസ് ആണ്. എത്ര പേർക്ക് വരുമെന്നുള്ളത് നമുക്കറിയാം, ഏത് സ്ഥിതിയിൽ വരുമെന്നറിയാം, എങ്ങനെ വരുമെന്നറിയാം. പക്ഷെ അത് എങ്ങനെ വരാതിരിക്കണമെന്നുള്ളത് നമുക്കറിയാം. അപ്പം പലരും, ഞാൻ മുമ്പേ പറഞ്ഞാൽ UAE കാര്യത്തിൽ എമിറേറ്റ്സ് ഫ്ലൈ ചെയ്യുന്നു, ജപ്പാൻ ഇന്റർനാഷണൽ ഫ്ലൈ ചെയ്യുന്നില്ല. ജപ്പാൻ ഡൊമസ്റ്റിക്കിൽ ലോക്ക്ഡൌണേ ഇല്ലായിരുന്നവർക്ക്, പക്ഷേ വേറെ ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. ഇപ്പൊ കേരളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് കേരളത്തിന് നമുക്ക് തനതായ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ആയുർവേദം ഫോർ എക്സാമ്പിൾ, റൈറ്റ്? അത് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു, ബൂസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഹെൽത്ത് ടൂറിസത്തിന് ഇതൊരു ബൂസ്റ്റ് ആകുമോ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പൊ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെ, എൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പൊ മുമ്പേ ഹൃദയ പറഞ്ഞോളൂ, ഞാനിപ്പോ വീട്ടിൽ കൂട്ടിക്കെട്ടിരിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. അപ്പം വിമാനത്തിൽ കയറാൻ പറ്റിയ ഉടൻ തന്നെ കേരളത്തിൽ വരിക, നിങ്ങൾക്ക് അസുഖമില്ല, നിങ്ങളെ നോക്കാം, നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് മസാജ് ചികിത്സ കിട്ടും, തിരിച്ച് സ്ട്രോങ്ങർ ആയിട്ട് പോകാം, പക്ഷെ നല്ലൊരു വെക്കേഷൻ കിട്ടുമെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞത് അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇപ്പൊ തന്നെ ജോയ് പറഞ്ഞ പോലെ ഇപ്പൊ സൂമും അല്ലെങ്കിൽ ജോയിയുടെ കമ്പനിയൊക്കെ ഇപ്പൊ നമ്മൾ എല്ലാവരും ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ സംരംഭത്തിലേക്ക് പോലും നമ്മൾ ചിന്തിക്കത്തില്ല. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഈ ഒരു വെബിനാർ ഇവിടെ നടത്തുകയാണ്. ഇത്രയും പേര് നമ്മുടെ ചുറ്റും വരുന്നത് കാണുന്നത് ഒരു നോർമൽ സിനാരിയോയില് പലർക്കും ഇതിനുള്ള ടെക്നോളജി പോലും വീട്ടിൽ കാണില്ല. ആ കോവിഡ് എന്ന് പറയുന്നത് നമുക്ക് അതൊരു ഒരു സാഹചര്യം ഉണ്ടാക്കി നമ്മൾ അതിലേക്ക് മുൻവരും. പക്ഷെ ഇത് ഒരു നമ്മുടെ ജീവിത രീതിയാക്കി മാറ്റാതെ ഇതൊരു ഓപ്പർച്യൂണിറ്റി. കാരണം ജീവിതത്തിൽ എപ്പോഴും ഏറ്റവും വലിയ ആപത്തുകളിൽ നിന്നാണ് ഏറ്റവും വലിയ സക്സസ് ഉണ്ടാകുന്നത്. ഞാനൊരു ലാസ്റ്റിലൊരു എക്സാമ്പിൾ പറയാം. World War II കഴിഞ്ഞപ്പോഴത്തേക്ക് ജപ്പാനില് പിന്നെ ന്യൂക്ലിയർ ബോംബ്, ആറ്റം ബോംബ് ഇട്ട്, അണുബോംബ് ഇട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാൻ പൂർണ്ണമായിട്ട് അവർ എക്കോണമിക്കലി തകർന്നു. പക്ഷെ അമേരിക്കയാണ് അത് വിൻ ചെയ്തത്. അമേരിക്കയുടെ ഒരു ഭാഗമായി മാറി യുദ്ധത്തിൽ. അമേരിക്കൻ സോൾജേഴ്സ് അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് കൊടുത്തിരുന്ന ഒരു ഓർഡർ, അമേരിക്കക്കാർ കൊടുത്തിരുന്ന ഓർഡർ, നിങ്ങൾ ജപ്പാനിലെ ഭക്ഷണം കഴിക്കരുതെന്നാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിലെ ആൾക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ജപ്പാനിലില്ലായിരുന്നു. അപ്പൊ പട്ടാളക്കാർ കഴിച്ചു കഴിഞ്ഞാൽ ജപ്പാനിൽ കൂടുതൽ ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മളൊക്കെ അറിയുന്ന ജപ്പാൻ എന്താണ്? ലോകത്തിലെ എക്കണോമിക്കലി വളരെ സ്ട്രോങ് ആയിട്ടൊരു സൂപ്പർ പവറാണ്. അതെങ്ങനെയായി? ആ കഷ്ടപ്പാടിൽ നിന്ന് ഒന്നിൽ നിന്നും മുന്നേറി, ഞാൻ 4 നേരം 3 നേരം 2 നേരം പോലും ഭക്ഷണം കഴിക്കാൻ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ എക്കണോമിക് പവേഴ്സിൽ ഒന്ന് മാനുഫാക്ചറിങ് ജയന്റുമായി മാറി. എന്താണ്? വിൽ പവർ. നമ്മൾക്ക് ഇതിൽ നിന്ന് മുന്നേറണം, എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം. നമ്മളുടെ തോൽവി, നമ്മൾക്കുണ്ടായ തകർച്ച, നമ്മൾക്കുണ്ടായ ഒരു ചലഞ്ച് നമ്മളെ പുറത്ത് പിടിച്ചു നിർത്താതെ അത് നമ്മളുടെ എനർജി ചാനലൈസ് ചെയ്ത്, നമ്മൾ തന്നെ കണ്ടിട്ടില്ല, വീട്ടിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച്, വീട്ടിൽ നിന്ന് എപ്പോഴും സംസാരിക്കാത്ത ആൾക്കാർ കൂടി നമ്മൾ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് നമ്മൾക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം, നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് പോകാം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആ ഒരു രീതിയിൽ മാനേജിങ്, എന്താ പറയുന്നത്, ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺസർട്ടനിറ്റീസ് മാനേജ് ചെയ്യുന്നത് ഒരു സയൻസ് ആണ്, ഒരു രീതിയാണ്. നമ്മൾ മുന്നോട്ടുള്ള ജീവിതം എപ്പോഴും അൺസർട്ടൺ ആയിരിക്കും. അപ്പൊ അത് എപ്പോഴും ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ നിന്ന് എന്ത് നമുക്ക് പഠിക്കാൻ പറ്റും, എന്ത് നേടാൻ പറ്റും, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു മേക്ക് നമ്മുടെ ലോകം ഒരു നല്ല ലോകമാക്കി നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. വളരെ കൃത്യമായി സർ അത് പറഞ്ഞു. നമ്മുടെ ഉള്ളിലെ ഇന്നർ സ്ട്രെങ്ത് ആണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു വെരി മച്ച് ജോയ് സർ. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് എടുക്കാൻ നിർവാഹമില്ല, സമയം അതിക്രമിച്ചു. ഞാൻ തിരിച്ച് ആനന്ദ് സാറിലേക്ക് പോവാണ്. ആനന്ദ് സർ. താങ്ക് യു ആര്യ. നമുക്ക് ആര്യ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് ചോദ്യങ്ങൾ എടുക്കാൻ സമയം അവസാനിക്കുകയാണ്. ഞാൻ
ഒന്നുകൂടി വിജയൻ സാറിലേക്ക് തിരിച്ചു പോവാണ് നമ്മുടെ ഈ ഇൻട്രസ്റ്റിംഗ് സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന്. Nothing more to add. It was really beautiful and highly inspiring and very grounded actually. That's really great. ആരോ ഒരു ചോദ്യം ഇതിനകത്ത് ചോദിച്ചിരുന്നു, ഈ മുതലയുള്ള കുളത്തിലേക്ക് ചാടാമോ? നാട്ടിൽ ഒരുപാട് വെള്ളം മുതലില്ലാത്തത് ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ഈ മുതലുള്ള വെള്ളം തന്നെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മുതലുള്ള വെള്ളം ഒരു 1% പോലും ടോട്ടൽ വാട്ടർ ബോഡിയിൽ ഉണ്ടാവുന്നതല്ല. അതുപോലെ തന്നെ ജീവിതത്തിന്റെ അവസരങ്ങളിലും ഒരു 99 ഒരുപാട് പ്രയാസം പോയി മുതലയെ പിടിച്ചുകൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് എ റിയലി ഗ്രേറ്റ് ഡൈവ് ഓൾസോ. സോ റിയലി ഗ്രേറ്റ്. ഐ തിങ്ക് ദാറ്റ് ഈ സ്വപ്നങ്ങളൊക്കെ ആളുകൾ ഇനി പുറത്തെടുക്കുമെന്നും അത് പ്രാവർത്തികമാക്കി തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക്സ് എ ലോട്ട് ജോയിനിങ് അസ്. നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് MBTയുടെ തന്നെ മെയിൻ ലീഡേഴ്സ് ഒരാളായി വിജയഭാസ്കർ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ടോക്ക് ഷോയുടെ ഒരു പ്രത്യേകത, ഇത്രയും ലൈവ്ലി ആയിട്ട് ഇത്രയും എന്താ പറയുന്നത്, നമ്മുടെ ഫാമിലിക്കുള്ളിൽ നിന്ന് സംസാരിക്കുന്ന സ്പീക്കേഴ്സ്, ഇത്ര ഇന്റിമസിയോടെ സംസാരിച്ച സ്പീക്കേഴ്സ് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ എല്ലാവരോടും പറയാണ്. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. വളരെ രണ്ടുപേരും അവരുടെ എന്താ പറയുന്നത്, അവരുടെ മേഖലകളിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച രണ്ടുപേരാണ്. പക്ഷെ ഇന്ററാക്ഷൻസിൽ അങ്ങേയറ്റം ഒരു എന്താ വളരെ നന്നായി എല്ലാവർക്കും സന്തോഷമായ ഒരു പ്രോഗ്രാമാണെന്ന് എനിക്കറിയാം. ടോണി സാറ് ഇന്ന് സംസാരിച്ച് പറഞ്ഞ ഒരു കാര്യം വളരെ കാര്യമായിട്ട് തോന്നിയത് ഡെയറിങ് ആൻഡ് ഫൂളിഷ്നെസ് അല്ലെങ്കിൽ മണ്ടത്തരം എന്താണ് എന്ന്. അതിന് അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു എക്സാമ്പിളും പറഞ്ഞു. നീന്തൽ അറിയാൻ പാടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഡൈവ് ചെയ്യാനായിട്ട് തോന്നിയത് അത് കൃത്യമായിട്ട് റിസ്ക് എടുത്ത് ആ റിസ്ക് അസസ് ചെയ്ത് അതിന്റെ ടൈം എല്ലാം വൃത്തിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഡൈവിങ്ങിലേക്ക് പോയത്. അതിൽ അദ്ദേഹം സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ശരിക്കും ഇത് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യം. ഓരോ മേഖലകളിലും ഇത് തന്നെയായിരിക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ റിസ്കിന് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എന്നൊരു ഡെഫിനേഷൻ അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു. സാർ, അങ്ങയുടെ വാക്കുകൾക്കും അങ്ങയുടെ സമയത്തിനും വളരെയധികം നന്ദി. ഞങ്ങളുടെ എല്ലാ ടീമംഗങ്ങളുടെയും ഈ ഇവിടെ ഉള്ള എല്ലാ പ്രേക്ഷകരുടെയും എല്ലാ മെമ്പേഴ്സിന്റെയും പേരിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ജോയ് സാറിന്റെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞു. അത് വളരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അത് പലപ്പോഴും പല ആളുകളും മിസ് ചെയ്തു പോകുന്നതാണ്. ആയിരക്കണക്കിന് ചെറിയ കാര്യങ്ങൾ ചെയ്തതിന് പകരം ഏതെങ്കിലും വലിയ കാര്യത്തിലേക്ക് ആദ്യം ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും. പക്ഷെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അത് വലിയതിലോട്ട് എത്തുമ്പോൾ അത് വളരെയധികം സക്സസ്ഫുൾ ആകും എന്നുള്ളത് വളരെ ഒരു തിരിച്ചറിവാണ് ഞങ്ങൾക്കെല്ലാം തന്നെ. പിന്നെ ഭയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഭയം നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരം എന്നാണ് പറഞ്ഞത്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള അറിവ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ അറിവ് കൂടുതലാക്കാൻ ശ്രമിക്കുക. ആ പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച്, ആ ഭയമുള്ള സംഭവത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷിച്ച് അതിന്റെ ചുറ്റും നടന്ന് അതിന്റെ മുകളിൽ നിന്നും താഴെ നിന്നും വശങ്ങളിൽ നിന്നും നോക്കിയിട്ട് കൂടുതൽ അറിവ് സ്വായത്തമാക്കി കഴിഞ്ഞാൽ ആ ഭയത്തെ നമുക്ക് മാറ്റി നിർത്താം. അത് വളരെ വലിയൊരു കാര്യമാണ്. എനിക്ക് ലാസ്റ്റ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളൊരു കാര്യം, അദ്ദേഹത്തിന്റെ കുട്ടികൾ, ആ പ്രയോഗം ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ആ വാക്ക് അദ്ദേഹം പറഞ്ഞു. ഫാമിലി, എനിക്ക് 2 ഫാമിലിയാണ്. എനിക്കല്ല, 2 ഫാമിലിയില്ല, ഒരു ഫാമിലി തന്നെയാണ്. സാറിന്റെ ഫാമിലിയുടെ പാർട്ട് തന്നെയാണ് ആ കുട്ടികളും. സത്യം പറഞ്ഞാൽ അങ്ങേ പോലുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ സബ്ജക്ട്, ഇതിൽ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് ഡെയറിങ് ടു ഡൈവ് എന്ന് പറയുന്ന സബ്ജക്റ്റില് ആ കുട്ടികൾക്ക് ഡൈവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സാറ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ സക്സസ്ഫുൾ ആവുന്നതും. അങ്ങേ പോലെയുള്ള മെന്റേഴ്സ് എല്ലാവർക്കും കിട്ടുക വളരെ ദുർലഭമാണ്. പക്ഷെ വളരെയധികം നന്ദി സാർ ആ വാക്കുകൾക്ക്. കുട്ടികൾ എന്നുള്ള വാക്കിന് ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്. അങ്ങേക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നന്ദി പറയാൻ പാടില്ല. വിജയൻ സാറാണ് ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്കെല്ലാം ഒരുക്കി തരുന്നത്. എന്നാലും ഫോർമലി അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നീടുള്ള നമ്മുടെ എല്ലാ വ്യൂവേഴ്സ്, ഇത്രയും കൂടുതൽ വ്യൂവേഴ്സ്, ഏകദേശം 10,000-ഓളം പേര് ഇന്ന് സൂമിലുണ്ടായിരുന്നു. കൂടാതെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് ആളുകൾ വ്യൂവേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളുടെ ഞങ്ങളുടെ MBT ടീം, മിഷൻ ബെറ്റർ ടുമോറോ ടീമിലെ ഓരോ അംഗങ്ങൾക്കും ഞങ്ങൾ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം, അടുത്ത ആഴ്ചത്തെ ഞങ്ങളുടെ ടോക്ക് ഷോ ഫോക്കസ് കീ ടു സക്സസ് എന്ന പ്രോഗ്രാമാണ്, എന്ന സബ്ജക്റ്റാണ്.
എമിനൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സുമായിട്ട് അടുത്ത ആഴ്ച ഫ്രൈഡേ ഇതേ സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നമുക്ക് നാഷണൽ ആന്തത്തോടുകൂടി ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा, जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय जय जय